സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ബി സേഫ്, ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ജാഗ്രത, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. എല്ലാവർക്കും നമസ്കാരം. ഒരല്പനേരം കൂടി ക്ഷമിക്കുക. അല്പസമയത്തിനുള്ളിൽ വൺ മാൻ ആർമി എന്ന പുസ്തക പ്രകാശനം ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളെ ഏവരെയും അഭിസംബോധന ചെയ്ത് തമിഴ് മകൻ അവറുകൾ സംസാരിക്കുന്നതാണ്. പടപൊരുതാൻ ധൈര്യമുള്ള ഒരാൾ മുന്നിലുണ്ടായാൽ മതി. ആ വാചകത്തിന് വളരെയധികം യോജിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ട്രാഫിക് രാമസ്വാമി അവറുകൾ. അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. 75 വയസ്സായിട്ടും സമൂഹത്തിൽ നടക്കുന്ന അനീതികളെ ധൈര്യത്തോടെ എതിർക്കുന്ന ട്രാഫിക് രാമസ്വാമിയെക്കുറിച്ച് 2 വാക്ക് പറയുന്നതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ടെന്ന് പറയട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതം വിവരിച്ചുകൊണ്ടുള്ള ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി നടി ഖുശ്ബുവിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു കൂട്ടമോ ഒരു പാർട്ടിയോ ഒരു സംഘടനയോ ആയിട്ടല്ല, ഒറ്റയ്ക്ക് നിന്ന് ഈ നാട്ടിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ശബ്ദമുയർത്താൻ എനിക്ക് ധൈര്യമുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് വൺ മാൻ ആർമിയാണെന്ന അംഗീകാരം കൊടുത്ത പ്രിയപ്പെട്ട പബ്ലിഷർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടി നിന്നതിന് അദ്ദേഹത്തിനെതിരെ വധശ്രമം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു കാര്യത്തിനെയും പേടിക്കാതെ പിന്മാറാതെ നിന്നു. ഈ ദൃഢനിശ്ചയവും ഈ ധൈര്യവും ഈ കോപവും നിങ്ങളെപ്പോലുള്ള പുതുതലമുറയ്ക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊരു മാറ്റം ഈ സമൂഹത്തിന് കൊണ്ടുവരാൻ ഉറപ്പായും നമുക്ക് സാധിക്കും. സോ ഈ ജനറേഷനും അതുപോലെ അടുത്ത ജനറേഷനും ഈ ഒരു പ്രായത്തിലും ഒരു വലിയ ഇൻസ്പിറേഷനായി നിൽക്കുന്ന ട്രാഫിക് രാമസ്വാമി അവർകളെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. അദ്ദേഹത്തിന് എൻ്റെ ആശംസകൾ. നന്ദി. ഒരു പോരാളിയുടെ ചരിത്രം. ബഹുമാനപ്പെട്ട ട്രാഫിക് രാമസ്വാമിയുടെ ജീവിത ചരിത്രം മുന്നോട്ടുള്ള നല്ലൊരു സമൂഹത്തിന്റെ വിളവെടുപ്പിനായി വിതയ്ക്കാനുള്ള നെല്ലായിട്ടാണ് ഞാൻ ഈ പുസ്തകത്തെ കാണുന്നത്. പൂർണ്ണമായും അനീതികളാൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സമൂഹത്തെ മാറ്റിയെടുക്കാൻ പോരാടുന്നൊരു പോരാളിയായി തന്നെയാണ് ഞാൻ നമ്മുടെ ട്രാഫിക് രാമസ്വാമി അവറുകളെ കാണുന്നത്. പാതയിലൂടെ സഞ്ചരിക്കുന്നവൻ മനുഷ്യൻ, പാത വെട്ടിത്തെളിക്കുന്നവൻ യഥാർത്ഥ മനുഷ്യനെന്ന് ഫിഡൽ കാസ്ട്രോ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ മണ്ണിലെ ഓരോ പാതകളെയും വരാനിരിക്കുന്ന തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി വെട്ടിത്തെളിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട രാമസ്വാമി. നാം ഓരോരുത്തരും ട്രാഫിക് രാമസ്വാമിയെ പോലെ മാറുകയാണെങ്കിൽ ഈ മണ്ണിൽ കൊല, കൊള്ള, ജാതി, അപമാനം, വിശപ്പ്, ക്ഷാമം, അഴിമതി, കൈക്കൂലി, മദ്യം, മയക്കുമരുന്ന്, ഗുണ്ടായിസ്, ബലാത്സംഗം ഇതൊന്നുമില്ലാത്ത നന്മയുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ്. ഇന്നത്തെ യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത്, ജീവിതമെന്ന് പറയുന്നത് നിങ്ങളുടെ മരണം വരെയല്ല, മറ്റുള്ളവരുടെ മനസ്സിൽ ജീവിക്കുന്നത് വരെയാണ്. ഒരു നിമിഷം നിങ്ങൾ ഭയപ്പെട്ടാൽ അത് നിങ്ങളുടെ മരണമാണ്. ഓരോ നിമിഷവും നിങ്ങൾ പരിശ്രമിച്ചാൽ അത് നിങ്ങളുടെ വിജയമാണ്. ഞാൻ വീണു പോയേക്കാം, പക്ഷേ ഒരിക്കലും ഞാൻ പരാജയപ്പെടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം എല്ലാവരിലും ഉണ്ടാവണം. എത്ര തവണ നീ അടിതെറ്റി താഴെ വീണാലും അത്രയും തവണ നീ വീണ്ടും വീണ്ടും എഴുന്നേറ്റ് അതേ വേഗതയിൽ തന്നെ പോരാടുകയും വേണം. പോരാടുക. ഒരിക്കൽ വിജയം സുനിശ്ചിതം. ഒരിക്കൽ ഒരു പ്രധാനപ്പെട്ട കേസിൽ എനിക്ക് അനുകൂലമായി വിധി വന്നു. ആ സന്തോഷത്തിലായിരുന്നു ഞാൻ. നീതിയും ന്യായവും എന്നും ജയിക്കും, നന്മ ചെയ്താലെന്നും കൃപ ചൊരിയും ദൈവം, എല്ലാം ആ വിടുത്തെ ലീലകളാണ്.
അമ്മേ. എനിക്കെന്തിനാണ് ഈ ശിക്ഷ? നീതിപീഠത്തിന്റെ ഉത്തരവ് വെല്ലുവിളിച്ച് പൊതു ഇടങ്ങളിൽ വച്ചിരിക്കുന്ന ബാനറുകൾ കീറി പ്രതിഷേധിച്ചതിന്, ഗ്രാനൈറ്റ് കുംഭകോണക്കാർ ശിക്ഷിക്കപ്പെടാൻ വേണ്ടി നിരാഹാരമിരുന്നതിന്. ഇത് തെറ്റാണോ? മണൽ മാഫിയക്കെതിരെ ശക്തമായ സമരം സംഘടിപ്പിച്ചതിന് ഇത് തെറ്റാണോ? നിയമം ലംഘിച്ച് നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു കളയുന്നതിന് വേണ്ടി ഇത് തെറ്റാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രണയം വിരിഞ്ഞ നിമിഷമോ, വെള്ളപ്പൂവേ ചെല്ലപ്പൂവേ സ്വർഗം നിന്നിലോ. 1000 പൗർണമികൾ നെഞ്ചിലായി തെളിയുന്നു. പെണ്ണു വന്നല്ലോ, എന്നിട്ട് പയ്യനെവിടെ? രുക്കു. മനസ്സിൽ പതിഞ്ഞതോ. അയ്യോ, എന്തു പറ്റി? പേടിച്ചു പോയല്ലേ? ഇതാ ഈ മുണ്ടൊന്ന് ഉടുപ്പിച്ചതാ. ആകാശം തേടി വന്ന് നക്ഷത്രമായി തിളങ്ങിയവളോ, സ്നേഹത്തിൻ കുറുമ്പു കാട്ടും ചിരിതൻ പൈതലല്ലേ കൺമണി. ശോകമെന്തേ കണ്ണീരു പെയ്തതെന്തേ, നിൻജീവനെന്റെ അല്ലേ. മുകിലിൻ പ്രണയം നീയോ, ഇനി കനവു തിരയും നേരം. വെള്ളപ്പൂവേ ചെല്ലപ്പൂവേ സ്വർഗം നിന്നിലോ. 1000 പൗർണമികൾ നെഞ്ചിലായി തെളിയുന്നു. ഇന്ന് ഞാൻ വിടർന്ന നേരം മനസ്സിൽ പതിഞ്ഞതോ, കവിത എഴുതും മനസ്സിലെ പ്രണയം വിരിഞ്ഞ നിമിഷമോ, വെള്ളപ്പൂവേ ചെല്ലപ്പൂവേ സ്വർഗം നിന്നിലോ. 1000 പൗർണമികൾ നെഞ്ചിലായി തെളിയുന്നു. ഇന്ന് ഞാൻ വിടർന്ന നേരം മനസ്സിൽ പതിഞ്ഞതോ. മോനെ, ഫോൺ അടിക്കുന്നത് കേട്ടില്ലേ? അതിങ്ങെടുക്ക്. ഹലോ, ആണോ? എവിടെയാ? ഞാൻ വരിക. നിങ്ങള് പോലീസിന് ഫോൺ ചെയ്യാ. ആ കേക്ക് ഒന്ന് കട്ട് ചെയ്യും പിള്ളേരെ, സമയം കളയണ്ട. കുറച്ചേരം വായടച്ചൊന്നും മിണ്ടാതിരിക്കും.
മദ്യഷാപ്പുകൾ അടച്ചുപൂട്ടുക, മദ്യഷാപ്പുകൾ അടച്ചുപൂട്ടുക, മദ്യഷാപ്പുകൾ മദ്യഷാപ്പുകൾ അടച്ചുപൂട്ടുക, മദ്യഷാപ്പുകൾ അടച്ചുപൂട്ടുക, മദ്യഷാപ്പുകൾ അടച്ചുപൂട്ടുക, മദ്യഷാപ്പുകൾ അടച്ചുപൂട്ടുക, നിങ്ങളെങ്ങോട്ട് മദ്യഷാപ്പുകൾ അടച്ചുപൂട്ടുക, മദ്യഷാപ്പുകൾ അടച്ചുപൂട്ടുക. ആരാധനാലയങ്ങൾക്കടുത്തും സ്കൂളുകൾക്കടുത്തും മദ്യഷാപ്പുകൾ പാടില്ലെന്ന് അറിയില്ലേ? ഞാൻ പറയുന്നത് കേൾക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ പറയുന്നത് താൻ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ? മിസ്റ്റർ രാമസ്വാമി, ഞാൻ ഫൈനാൻസ് സെക്രട്ടറിയാ. സെക്രട്ടേറിയറ്റിൽ നിന്ന് വരുന്നു. താൻ ഏത് കോത്താഴ്ത്തുനിന്ന് വന്നതാണെന്നുള്ളതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. താൻ ഈ കട അടപ്പിക്കുന്നുണ്ടോ ഇല്ലയോ? ഇത് ഗവൺമെന്റ് കടയാ. താൻ പറഞ്ഞാൽ പെട്ടെന്ന് അടയ്ക്കാൻ പറ്റില്ല. സമ്മതിച്ചു, പെട്ടെന്നൊന്നും അടയ്ക്കാൻ പറ്റില്ലല്ലോ അല്ലേ? പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇവിടെ നിർത്തി ചാടാലോ. സകല കട അടച്ചു പൂട്ടി കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഖജനാവ് കാലിയാവും. ഒരു ദിവസം ഈ തലസ്ഥാന നഗരിയിൽ മാത്രം ശരാശരി 10 സ്ത്രീകളുടെ താലി ഏർക്കപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് പൊതുജനങ്ങളുടെ ജീവനാണോ മുഖ്യം, ഗവൺമെന്റിന്റെ വരുമാനമാണോ മുഖ്യം? എന്റെ പൊന്ന് സാറേ, ഗവൺമെന്റ് ഇപ്പൊ കടത്തില്ല. അതൊന്ന് മനസ്സിലാക്ക്. കടമെന്ന് പറയുന്നതല്ലേ ഉള്ളൂ. MLA-മാരുടെ ശമ്പളം റോക്കറ്റ് പോലെ കുതിച്ചു വരികയല്ലേ? താൻ ഇങ്ങനെ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. വേഗം ഇറങ്ങി വരാൻ നോക്ക്. അത് തന്നെയാ ഞാനും പറയുന്നത്. സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. ഈ കട അടപ്പിക്കുന്നുണ്ടോ അതോ ഞാൻ ഇവിടുന്ന് ചാടി ആത്മഹത്യ ചെയ്യണോ? ചെന്നൈ വിരുകമ്പാക്കത്തിൽ ക്ഷേത്രത്തിനോടടുത്തുള്ള മദ്യഷോപ്പ് അടച്ചുപൂട്ടുവാനായി ട്രാഫിക് രാമസ്വാമി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. അദ്ദേഹവുമായുള്ള മേയറുടെ ചർച്ചയിൽ എന്ത് നോക്കി അടയ്ക്ക്. ഒരു 2 മിനിറ്റ് സിഗ്നൽ ലൈറ്റ് ഓഫ് ആയാൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? എത്രയെത്ര അപകടങ്ങളുണ്ടാവും, എത്രയെത്ര ജീവനുകൾ നഷ്ടമാവും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ട്രാഫിക് ക്ലിയർ ചെയ്യാൻ ആരംഭിച്ചത്. പിന്നീട് അതെനിക്കൊരു ശീലമായി. കുട്ടിക്കാലത്ത് പോലീസ് ആകാനായിരുന്നു ആഗ്രഹം. ഇപ്പൊ പകുതി ഒരു പോലീസുകാരൻ തന്നെയാണ്. മുത്തശ്ശ, ബർത്ത്ഡേയുടെ കാര്യം ഓർക്കാത്തതിന് മുത്തശ്ശി പിണങ്ങിയിരിക്ക. ആണോ? ഇപ്പൊ ശരിയാക്കി തരാം. റുക്കു 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 റുക്ക്, അരെ ബാബ റുക്കു റുക്ക്, ഓ മൈ ഡാർലിംഗ് ഗിവ് മീ എ ലുക്ക്. എന്താ കുഞ്ഞു കളിക്കുക? ഹായ്, മുത്തശ്ശിയുടെ പിണക്കം മാറ്റിയല്ലോ. മോളുടെ ഫ്രണ്ടിനെ വിളിക്കേ. മീന, മീന. മോളുടെ അച്ഛൻ മോളെ എത്രമാത്രം കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നതെന്നറിയോ? ഇവിടെ വെച്ചിരുന്ന ബൈക്ക് കാണുന്നില്ല. പുതിയ ബൈക്ക് ലോക്ക് ചെയ്തായിരുന്നു. രാപ്പകലെന്നില്ലാതെ ഓട്ടോ ഓടിച്ച് കഷ്ടപ്പെട്ടിട്ടാ മോളെ ഇത്രയും നല്ലൊരു സ്കൂളിലാവും പഠിപ്പിക്കുന്നേ. ശരി അങ്കിൾ, നന്നായി പഠിക്കാം. വെരി ഗുഡ്. ഓക്കെ അങ്കിൾ, ബൈ. ബൈ. ഈവനിങ് വരാൻ കേട്ടോ. ബൈ. സാറേ സാറേ ഒരുപാട് നന്ദിയുണ്ടേ. ഞാനൊരു ഷുഗർ പേഷ്യന്റാ. കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മയങ്ങി വീഴും. അതുകൊണ്ട് കഴിക്കാൻ വേണ്ടി ഞാനോട് മാറി. സാറ് വന്ന് ഈ ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ട് എന്റെ ജോലി എളുപ്പമായി. സാറിന്റെ വീട് എവിടെയായിരുന്നു? എന്റെ സ്ഥലം എവിടെയാ? സാറേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്റെ പേര് വീരഭദ്രൻ എന്നാ. ഇപ്പതേ സിംഗപ്പൂരിൽ നിന്ന് വരുന്ന വഴിയാ. ഉറപ്പായിട്ട് സാർ, ഒരു സംശയം വേണ്ട. നല്ല പക്ക ക്ലീൻ സാധന, ഹൈലി ഹൈജീനിക്. ഞാനേ വീട്ടിലെത്തിയിട്ട് വിളിക്കാം. അതുപോലെ എന്താ സാറേ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. ഈ പാൻ പരാഗ് ചവച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ നടക്കുന്ന വഴി തുപ്പിയിട്ടാല് ആരെങ്കിലും ഇതിൽ ചവിട്ടിയാൽ അവർക്ക് വല്ല പകർച്ചവ്യാധികളോ മറ്റോ വരില്ലേ? താൻ ഇപ്പോഴല്ലേ ഹൈജീനിക്കിന്റെ കാര്യം പറഞ്ഞത്? സിംഗപ്പൂരിൽ നിന്ന് വരികയെന്നല്ലേ പറഞ്ഞേ? സിംഗപ്പൂരിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ താൻ എത്ര രൂപ ഫൈൻ അടയ്ക്കേണ്ടി വന്നേനെ? അത് സിംഗപ്പൂർ, ഇത് ഇന്ത്യ. ഓ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പുച്ഛമാണോ തനിക്ക്? ഡോ ഒന്ന് പോകാൻ നോക്കിയേ. കാലത്തന്നെ ഉപദേശമായിട്ട് വന്നേക്കാ കളവൻ. റോഡിൽ ആര് തുപ്പിയാലും താനവരെ തല്ലൂ. അങ്ങനെയല്ല മാഡം, ഞാൻ മര്യാദയ്ക്കാണ് സംസാരിച്ചത്. ഇയാൾ എന്നോട് മര്യാദകേട് പറഞ്ഞു, അതാ അടിച്ചത്.
ഓ ഹത്തു. ഇപ്പൊ മര്യാദയില്ലാതെ ഞാൻ തുപ്പിയേക്കാം. താൻ എന്തുണ്ടാക്കുമെന്നാ? യുവർ ഓണർ, ഈ രാമസ്വാമി എന്ന് പറയുന്ന വ്യക്തി നടു റോട്ടിൽ നാട്ടുകാർ കാണുക ഒരാളെ തല്ലി. അത് കേസെടുത്ത് ചോദ്യം ചെയ്ത വനിതാ ഇൻസ്പെക്ടറെ വരെ തല്ലി. തെറ്റാണ് യുവർ ഓണർ. ഒരു എമോഷണൽ അടിച്ചു പോയതാണ്. എന്താ ഇമോഷനിൽ അടിച്ചു പോയെന്ന്? ഞാനും ചിലപ്പോ ഇവിടെ തുപ്പിന്നൊക്കെ വരും. താൻ എന്ത് ചെയ്യുന്ന? നിന്നെയും അടിക്കും. പറയൂ സാർ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറേ, ഇവിടെ ഒരു മാന്യൻ പാൻപരാഗ ചവച്ച് റോഡിൽ തുപ്പിയതും പോരാഞ്ഞ് സിംഗപ്പൂരിനെ അഭിമാനത്തോടെയും ഇന്ത്യയെ പുച്ഛിച്ചും സംസാരിച്ചു. അതുകൊണ്ടാണ് അടിച്ചത്. നിയമം സംരക്ഷിക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥ എൻ്റെ ഷർട്ടിലേക്ക് തന്നെ തുപ്പി. അതുകൊണ്ടാണ് അടിച്ചത്. പക്ഷേ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കേണ്ട ന്യായാധിപനായ അങ്ങ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് വേറെ വഴി അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ അടിച്ചത്. അങ്ങനെ എല്ലാത്തിലും കയറി ഇടപെടാൻ ആർക്കും അധികാരമില്ല. ആരെങ്കിലും തെറ്റ് ചെയ്താ കോടതിയിലേക്ക് വാ, കേസ് ഫയൽ ചെയ്യുക, ശിക്ഷ കൊടുക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായല്ലോ അല്ലേ? ഈ ഒരു തവണത്തേക്ക് മാത്രം ക്ഷമിച്ചേക്കുക. അതെ മോനെ, ഈ ഡാനിയലിന്റെ വീട് എവിടെയാ? എന്താണ് ഡാനിയലാ? ഡാനിയൽ സാരെന്ന് വിളിച്ചാ മതി. വന്നിരിക്കി. ചേട്ടാ, കാണാനൊരു പാർട്ടി വന്നിട്ടുണ്ട്. എന്താ സാറേ, എന്താ വേണ്ടേ? എനിക്ക് വേണ്ടി ഒരു പണി ചെയ്യണം. ആ മെനു കാർഡ് കൊടുക്കും. ഇപ്പഴ തരേട്ടാ, എന്നാ പിടിക്കേ. ഡാനിയേൽ സഹായങ്ങളുടെ വില വിവരപ്പട്ടിക. ആയുധം തന്നെ തുണ. ആളെ തല്ലാൻ 25,000 രൂപ, കൈവെട്ടാൻ 50,000 രൂപ, കൊല്ലാൻ 1,00,000, അഡ്വാൻസ് 50%, GST 18% കൂട്ടിത്തരേണ്ടതാണ്. ഇതിലിപ്പോ ഏതാ വേണ്ടേ? ഒരാളെ കൊല്ലണം. കൊലയാ? അഡ്വാൻസോ? പുതിയ നോട്ടാ? ആരാ പാർട്ടി? അപ്പോഴേ ചേച്ചി, ഒരുത്തനെ കൊന്നിട്ട് വന്നിരിക്കുക. കേസെടുക്ക്. എടാ, നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നേ? കാശിന് വേണ്ടി ഓരോരുത്തരുടെ കൈ വെട്ടുന്നു, കാല് വെട്ടുന്നു. കൂടെ ഉള്ളവരെ തന്നെ ഒറ്റ കൊടുക്കും ഒരു ദിവസം നിന്നെ. ഒറ്റ കൊടുക്കുമെന്നാ? എന്താ അഡ്വൈസാ? ഏതേലും ഒരുത്തൻ 50 രൂപ തന്ന് നിന്നെ തീർക്കാൻ പറഞ്ഞാ നീ ഔട്ടാ. എടാ വൃത്തികെട്ടവനെ, എന്റെ ജീവന് 50 രൂപ വിലയുള്ളൂ. 50 രൂപയാ? 5 രൂപ പോലും നിനക്ക് വിലയില്ല. എന്നാ 10 രൂപയുണ്ട്. സ്റ്റേറ്റ്മെന്റ് മാറ്റി എഴുത്. കഴിക്കുമോളെ, വയറ് നിറച്ച് കഴിക്കേ. ആ മുരിങ്ങയ്ക്ക എടുത്ത് കഴിക്കേ. കഴിക്ക് ചേട്ടാ. ഏയ്, എന്തു പറ്റി? വെള്ളം എടുത്ത് കുടിക്കേ. തലയിലൊന്നും തട്ടി കൊടുക്ക. എടി, കൊച്ചിനെന്താ നോക്ക്. മോളെ, എന്താ മോളെ പറ്റിയേ? മോളെ, എടി വെള്ളം കൊടുത്തേ. ഒന്ന് നോക്കി പിടിച്ചോളെ. ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. തുപ്പ് മോളെ. വെള്ളമില്ലല്ലോ. നീ ഇവിടെ എന്ത് കിടക്കി പോയി വെള്ളം എടുക്ക്. അയ്യോ, എന്താ ചെയ്യാ? എന്താ? അയ്യോ ചേട്ടാ. മോളെ, ഒന്ന് നോക്കു മോളെ. എന്താ പറ്റിയേ? എന്റെ മോൾക്ക് എന്താ പെട്ടെന്ന് പറ്റിയെന്ന് അറിയില്ല. പെട്ടെന്ന് പോടോ, പെട്ടെന്ന് പോ.
നഴ്സ് ചെന്ന് കാർഡിയോമോട്ടർ ഒന്ന് ചെക്ക് ചെയ്യും. എന്താടോ ഇതൊക്കെ? വീട്ടിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാന്ന് വെച്ചാ സാറേ, നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ. വെള്ളം എല്ലാ കാലത്തും അല്ലേ വരുന്നത്. ജോലിക്ക് പോയാൽ വെള്ളം എടുത്തു വെക്കാൻ പറ്റില്ല. വെള്ളം എടുത്തു വെക്കണമെങ്കിൽ ജോലിക്കും പോകാൻ പറ്റില്ല. Pulse is going down, ma'am. ഇപ്പോഴോ? Slowly pulse is going down, ma'am. Patient is dead, ma'am. അനിയ, മേയർ സാറിനെ ഒന്ന് കാണണം. സാറ് കഴിച്ചോണ്ടിരിക്കുക? അദ്ദേഹം കഴിച്ചു കഴിഞ്ഞു അനിയ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഭഗവാനെ രക്ഷിക്കണേ. നല്ലവരെല്ലാം നശിച്ചു പോണം, നശിച്ചവരെല്ലാം നന്നായി വരട്ടെ. സാറിന്റെ പോളിസി ഏതായാലും കൊള്ളാം. എന്താ പോളിസിയെ കുറിച്ചൊക്കെ ഒരു സംസാരം? LIC പോളിസിയാ? എന്താണ് മേയർ സാറേ, ടിഫിനൊക്കെ നന്നായിട്ട് കഴിച്ചോ അതോ പാതിയിൽ വിട്ടച്ച് പോന്നോ? അതൊന്നുമല്ല. മേയർ സാറേ. താനേതാ? എന്താ വേണ്ടേ? അല്ല, ഞാൻ സാറിന്റെ മണ്ഡലത്തിൽ താമസിക്കുന്ന ആളാ. ഇന്നലെ രാത്രി ഞങ്ങളുടെ സ്ട്രീറ്റിലെ കോർപ്പറേഷൻ പൈപ്പിൽ വെള്ളം വന്നില്ല. അതുകൊണ്ട് അവിടെയുള്ള ഒരു വീട്ടിലെ ഒരു പാവം പെൺകുട്ടി മരണപ്പെട്ടു. ജലക്ഷാമം നാട് മുഴുവൻ ഉണ്ട്. മനുഷ്യന് കുളിക്കാനും കുടിക്കാനും വെള്ളമില്ല. അതിന് സാറെന്ത് ചെയ്യാനാ? ഞാൻ മേയറാണെന്ന് കരുതി മുകളിലേക്ക് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ മാനം രണ്ടായിട്ട് പിളർന്ന് മഴ ധാരധാരയായിട്ട് പെയ്യുമെന്നാണ് ഓർത്തത്. എന്റെ മോളെ, നിന്നെ കാണാതെ എനിക്ക് എങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും? ഇടയ്ക്കിടയ്ക്ക് ഓഫീസിൽ ഒന്നും തല കാണിച്ചിട്ട് പോന്ന്. തല മാത്രമാണല്ലോ അല്ലേ? അകത്ത് പോയി കഴിച്ചല്ലോ അല്ലേ? അതെ, ഞാൻ ഇറങ്ങാണേ. പോണോ അല്ലേ? കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് പോകൂടെ? ഇല്ല, ടൈമായി. അഡ്വാൻസ് വാങ്ങിച്ചിട്ട് നോക്കിയോ. ഇതാരാ? ഏതോ പൈപ്പിൽ വെള്ളം വരുന്നില്ല എന്ന് പ്രോബ്ലം. ഞാനൊരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഒരു പെണ്ണിന്റെ ജീവിതത്തെ കുറിച്ച് തന്നെ പറയുന്നത്. സാറേ, ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം കാണിക്കണ്ടേ? എന്താടോ ഉത്തരവാദിത്തം? ഞാൻ ഈ സ്ഥാനം രാജിവെക്കട്ടെ? താൻ വേണമെങ്കിൽ മേയർ ആയിക്കോ. താൻ മേയറായി മേപ്പത്ത് കയറി ആ കൊച്ചിന്റെ ജീവൻ രക്ഷിക്കുക. ഇയാളെ കൊണ്ടൊക്കെ കതറുമുണ്ടെടുത്തിരിക്കുന്നതിന്റെ അഹങ്കാരമാണല്ലേ? കതറെടുത്താണ് തന്റെ പ്രശ്നം. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. സൂപ്പർടാ, അത് കലക്കി. നോക്ക്, വെള്ളം വരുന്ന സമയത്ത് വരും, വരാത്തപ്പോ വരില്ല. ഇനി മേല കൊച്ചിന്റെ ജീവൻ പോയി മാനം പോയി എന്നൊക്കെ ഇവിടെ ഒന്ന് പറഞ്ഞാലോട്ടല്ലോ എന്റെ തനി കുണം കാണുന്ന. ലോ ക്ലാസ്സുകാർക്ക് വെള്ളം വേണമെങ്കിൽ ബിവറേജിലേക്ക് പോകും. ഹൈ ക്ലാസ്സുകാർക്ക് വെള്ളം വേണമെങ്കിൽ വലിയ ബാറിലേക്കും വയ്ക്കോ. കളിയാക്കിയതാണല്ലേ? നിങ്ങളെയൊക്കെ എവിടെ കാണണോ അവിടെ വെച്ച് ഞാൻ കണ്ടോളാം. എല്ലാം ഊരി കളഞ്ഞില്ലേ, ഇനി തനിക്ക് എന്താ കാണണ്ടേ? എടാ, അല്ലെങ്കിൽ ചിരി നിർത്താൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് അതിന്റെ മുണ്ടൂരി പ്രകടനം. നമസ്കാരം ജഡ്ജി അങ്ങുന്ന. പ്രൊസീഡ്. ഇതിനെക്കുറിച്ച് പരാതിപ്പെടാൻ ഞാൻ മേയർ ഓഫീസിൽ ചെന്നു. അരമണിക്കൂർ ഞാൻ അവിടെ കാത്തിരുന്നു. മേയർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെന്നാണ് അവിടെയുള്ള ആൾ എന്നോട് പറഞ്ഞത്. ശരിക്കും അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെന്ന് വിചാരിച്ച് ഞാനും അവിടെ കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞ് എന്നെ അകത്തേക്ക് വിളിപ്പിച്ചു. ചെന്ന് ഞാൻ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്നെ പരിഹസിച്ചും കളിയാക്കിയും നാണം കെടുത്തി വിട്ടു. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ നിന്നൊരു സ്ത്രീ പുറത്തേക്ക് വന്നു. ചെയ്ത ജോലിക്കുള്ള പ്രതിഫലമാണെന്നും പറഞ്ഞൊരു 10,000 രൂപയും വാങ്ങി പുറത്തേക്ക് പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അർത്ഥം എന്താണെന്ന്. ഒന്നിങ്ങോട്ട് വന്നേ. ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ബ്രേക്ക്ഫാസ്റ്റാ സാർ. പിന്നെ ഈ ലഞ്ച് ഉണ്ട്. അപ്പൊ ഫുൾ മീൽസ് എന്ന് പറഞ്ഞാൽ അത് മേയറുടെ അടുത്ത് തന്നെ ചോദിക്കേണ്ടി വരും. പുള്ളിക്ക് അതിനെ കുറിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ തന്നെ ഉള്ളിലൊക്കെ ഒരു ആദ്യ
ഒരു ദിവസം മുഴുവനും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കഴിച്ചുകൊണ്ടിരുന്നാൽ ഒരു നഗരപിതാവ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ശരി ദേഷ്യപ്പെടല്ലേ, നിങ്ങൾ കാര്യത്തിലേക്ക് വാ. ഇപ്പോ നമ്മളൊരു കടയിലേക്ക് ചെല്ലുകയാണെന്ന് കരുതിക്കോളൂ. ഉദാഹരണമായി ഒരു സോപ്പ്. പണം കൊടുത്താൽ നമുക്ക് സോപ്പ് തരണമല്ലോ. തന്നില്ലെങ്കിൽ ചീറ്റിംഗ് 420. എത്ര വർഷത്തെ ശിക്ഷ കൊടുക്കും? 2 വർഷം ഉണ്ട തിന്നണം. ഇതേപോലെ കോർപ്പറേഷന് 6 മാസത്തിൽ ഒരു തവണ ഞങ്ങൾ വെള്ളക്കരം അടയ്ക്കുന്നുണ്ട്. അപ്പൊ അവര് വെള്ളം തരണോ വേണ്ടയോ? തരണമല്ലോ. തന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഉറപ്പല്ല, ചീറ്റിംഗ് തന്നെ. അപ്പൊ ഇയാള് ചെയ്തതിന്റെ പേര്? അയാളും 420 തന്നെയാ. ജഡ്ജി സാറേ, എന്താ ആരെ നോക്കിയോ 420 എന്നൊക്കെ പറയുന്നത്? നിങ്ങൾ മേയറല്ലേ? അതെ. ഇയാള് കാശ കടച്ചിട്ടുള്ളതല്ലേ? വെള്ളം കൊടുക്കണോ വേണ്ടയോ? നിങ്ങൾ മേയറാണെന്ന് കരുതി എന്തഴിഞ്ഞാട്ടോ നടക്കുന്ന? ദാ നോക്ക്, താനും ജയിലിലേക്ക് പോകണം, ഉണ്ട തിന്നുകയും വേണം. താൻ മേയർ ആയതുകൊണ്ടേ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ഉണ്ട ഉരുട്ടി തരുകയും ചെയ്യാം. എന്താ മതിയാവോ? നോക്കി പേടിപ്പിക്കുന്നു. ജഡ്ജി സാറെ, കാര്യം പറയാ സംസാരിക്കല്ലേ. മര്യാദക്ക് മഴ പെയ്യാതെ കുടിവെള്ളത്തിനുള്ള മാർഗം എന്താ? പിന്നെ ഞാനെന്താ പോയി കുടിക്കണം? കുഴിക്കണം. എവിടെ പോയി കുടിക്കണം? എവിടെയെങ്കിലും പോയി കുടിക്കണം. മറ്റുള്ള നാട്ടിലൊക്കെ വാങ്ങുന്ന പൈസക്ക് കുടിവെള്ളം കൃത്യമായിട്ട് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നത്? കൈക്കൂലി വാങ്ങിച്ച് കായല് നികത്തി ഫ്ലാറ്റ് പണിയാൻ കൊടുക്കുകയല്ലേ, കോളേജ് പണിയാൻ അനുമതി കൊടുക്കുന്നു. അപ്പൊ പിന്നെ ജനങ്ങൾക്ക് എങ്ങനെ വെള്ളം കിട്ടും? ചുമ്മാ തോന്നിയ ദിവസം പറയാ. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ന്യായമുള്ളതാ. വെള്ളത്തിനുള്ള പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൃത്യമായിട്ട് കിട്ടിയേ തീരൂ. പറ്റില്ല എന്നുണ്ടെങ്കിൽ പൈസ വാങ്ങി കീശയിലിടരുത്. മഴ പെയ്തില്ല, കുഴി വെട്ടാൻ പറ്റില്ല എന്നുള്ള ന്യായീകരണങ്ങളൊന്നും ഒരു മേയർ പറയാൻ പാടില്ല. അതിനാൽ ഇന്നു മുതൽ മേയറുടെ അധീനതയിലുള്ള വീടുകളിൽ വെള്ളം വരുന്നില്ലെങ്കിൽ കൺസ്യൂമർ നിയമം അനുസരിച്ച് ബില്ലടയ്ക്കേണ്ട ആവശ്യകതയില്ല എന്ന് കോടതി നിർദ്ദേശിക്കുന്നു. അടിപൊളി. ജഡ്ജി സാറേ, ഒന്നിങ്ങി വന്നേ. സാറിന്റെ വീട്ടിലെ അഡ്രസ് എന്താ? അതെന്തിനാ താൻ ചോദിക്കുന്നേ? പൊക്കാൻ വേണ്ടിയാ, പൈപ്പേ. പറഞ്ഞ പോലെ ചെയ്ത് കളയോ? സർ, നല്ലൊരു വിധി നേടിയെടുത്തു. ഇത് ജനങ്ങൾക്കിടയിൽ ഒരു മാറ്റം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിനുവേണ്ടിയല്ലേ ഞാൻ ഈ കേസ് ഫയൽ ചെയ്തത്. സർ, ഇത് രാഷ്ട്രീയക്കാരെ എങ്ങനെ ബാധിക്കുന്നു സാറിന് അറിയാലോ. ഫ്യൂച്ചറിൽ അവരുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ള പേടിയില്ലേ സാറിന്? പേടിയോ? പേടിയുള്ള ഒരാൾ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ പാടില്ലെന്ന് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ തന്നെ രാജാജി പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. എനിക്കൊരു 14 വയസ്സുണ്ടായിരുന്നപ്പോൾ അപ്പോഴൊക്കെ 10 നാഴി അരിയിൽ കൂടുതൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകരുതെന്ന് നിയമമുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ ഞങ്ങളുടെ പാടത്തു നിന്ന് 10 നാഴി അരിയും കൊണ്ട് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. പക്ഷെ ഒരു തഹസീൽദാര് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ എന്നെ ഉപദ്രവിച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന അരി പിടിച്ചു വാങ്ങിച്ചുകൊണ്ടുപോയി. അന്ന് രാത്രി എൻ്റെ വീട്ടിലെ എല്ലാവരും ഉറങ്ങി. പക്ഷെ എനിക്ക് മാത്രം ഉറക്കം വന്നില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ പോസ്റ്റ് ഓഫീസിലേക്ക് ചെന്ന് 3 പൈസ കൊടുത്തൊരു കാർഡ് വാങ്ങി ആ തഹസീൽദാർക്കെതിരെ കംപ്ലൈന്റ് എഴുതി കളക്ടറുടെ പേരിൽ പോസ്റ്റ് ചെയ്തു. ഒരു ദിവസം പെട്ടെന്ന് ആ തഹസീൽദാരും അയാളുടെ ഭാര്യയും എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്നു നിന്നു. അനിയ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞൊരു കത്ത് തന്നാൽ എൻ്റെ ജോലി തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ ഞാൻ തെരുവിൽ അലയേണ്ടി വരുമെന്ന് പറഞ്ഞ് വാങ്ങിയ അരി എനിക്ക് തിരിച്ചു തന്നു. ആ പോയിന്റിൽ നിന്ന് ആരംഭിച്ചതാണ് ഈ പൊതുപ്രവർത്തനം. സാർ, ഞാൻ പറഞ്ഞ ടിക്കറ്റിന്റെ കാര്യമൊക്കെ ഓക്കെ? വിക്കറ്റ് പോറായ സമയത്താണോ ടിക്കറ്റ്? ആ ചെല്ല്, ഇറങ്ങിപ്പോടും ആളുടെ ഒരു. എന്തായി കാണിക്കുന്നേ? നിങ്ങളൊക്കെ ആരാ? കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാ. എനിക്ക് ചോദ്യം ചോദിക്കൽ ഇഷ്ടമല്ല. ഞാൻ ഇന്നലെ പഞ്ചായത്ത് മെമ്പർ, ഇന്ന് MLA, നാളെ CM. ഡോ, തന്റെ അമ്മായിച്ചൻ ആളാവാൻ നോക്ക. സാർ, കുറച്ചെങ്കിലും മര്യാദയോടെ സംസാരിക്കും. അദ്ദേഹം ഈ പ്രായത്തിൽ ന്യായത്തിനും നീതിക്കും വേണ്ടിയാ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തെ എതിർക്കാൻ പറ്റില്ല. വല്ലവന്റെയൊക്കെ വീട്ടിൽ വെള്ളം വരാതിരിക്കോ വരുവോ ചെയ്യട്ടെ. തിന്നുക, ഉറങ്ങുക, തൂറുക എന്നുള്ളതല്ലാതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. ഇതിനേക്കാൾ മാന്യമായിട്ട് എനിക്ക് പറയാനറിയില്ല. ഇതാണോ നിങ്ങളുടെ മാന്യത? ശരി, എന്നാൽ ഞാനും കുറച്ച് മാന്യത കാണിക്കാം. ദയവ് ചെയ്ത് ഒന്ന് പുറത്തേക്ക് പോകണം. ഞാൻ ഒരുപാട് പോയിന്റുകൾ നിരത്തിയൊന്നുമില്ല. ഒരേ ഒരു പോയിന്റേ പറഞ്ഞുള്ളൂ, നോ വാട്ടർ നോ ടാക്സ്. അതിൽ ജഡ്ജി അങ്ങൊന്ന് വീണു. ആളും തരം നോക്കി കളിക്കണ കിളവാ. ഞങ്ങളുടെ നെഞ്ചത്തേക്ക് കയറണം. തനിക്ക് പറഞ്ഞാ മനസ്സിലാവില്ലല്ലേ? ആരാടാ അത്? ആരാ നോക്കടാ? വിജയ് ആന്റണി. സാർ,
സുഖം തന്നെയല്ലേ? സുഖം തന്നെ. എന്താ പ്രശ്നം? എന്തിനാ ഇതേ തടിക്കുന്നത്? സാറേ ഇതിൽ തലയിട നിൽക്കണ്ട, സാർ പോയിക്കേ. അനിയ, ഇതെനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ, പ്രായമായ ആളല്ലേ, വിട്ടുകളാ. സാർ, ഇയാളുടെ കയ്യിലിരിപ്പ് മോശമായ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഒന്നും മാറി നിൽക്കണ്ട സാറേ. പറഞ്ഞ മനസ്സിലാവില്ല. എടുക്കടാ. സാർ ഇങ്ങനെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? എന്തിനാ സാർ ഇങ്ങനെയൊക്കെ? എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ നോക്കിയാ ജനങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുമോ മോനെ? ഇതൊക്കെ എനിക്കൊരു ശീലമാ. ഡ്യൂട്ടിക്കുള്ള സമയമായി. മാനേജർ ഇപ്പോൾ ഫോൺ ചെയ്ത് വെച്ചേ ഉള്ളൂ. സാർ കയറി, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട മോനെ, മോൻ പോയിക്കോ. ശരി സാർ, ഞാൻ പറയാം. എടി, നിന്റെ കൊച്ചിന് വയ്യാന്നല്ലേ പറഞ്ഞേ? കൊച്ചിന് വയ്യാത്തപ്പോ ഇവിടെ എന്തെടുക്കുക? ചെല്ലു പോകാൻ നോക്ക്. വീട്ടിൽ ചെന്ന് ആദ്യം അതിന്റെ കാര്യം നോക്ക്. പോ. എടോ, താൻ ആദ്യം പോയി കഴിക്കും, എന്നിട്ട് റൗണ്ട്സിന് ഇറങ്ങും. കളക്ഷനൊക്കെ കഴിഞ്ഞ് സാവധാനം 8 മണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. ചെല്ല്. അബ്ദുൾ വരുന്നു മാഡം. നീ ഇന്ന് ലീവ് ചോദിച്ചായിരുന്നില്ലേ? ഇല്ല, ഞാൻ ചോദിച്ചില്ല. നീ ചോദിച്ച ലീവാ ഇന്ന്. പോവാൻ നോക്ക്. ഡോ മാഡം, നാടേതാ? തോട്ടക്കാവാ ആ? മാഡം. തോട്ടക്കാവാണ് മാഡം. ആ, വന്നിരിക്ക്. എന്താ കാര്യം? നീ ആദ്യം ഇരിക്ക്. സാറിൽ ഞാൻ നിന്നോളാം. ഇരിക്കുന്നേ. വേണ്ട. ഇരിക്കാനല്ലേ വിട് മാഡം. ഇരിക്ക്. ദേ നോക്ക്, ഞാൻ പറയുന്ന കേൾക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിലേ വന്ന വഴി വന്ന് ബസ്സിൽ കയറ്റി വിടും ഞാൻ. അയ്യോ മാഡം, എന്നോട് അങ്ങനെയൊന്നും ചെയ്യല്ലേ. എന്നാ ഞാൻ പറയുന്ന അനുസരിക്ക്. ശരി മാഡം. മനസ്സിലായോ? ആ. പെട്ടെന്നേ ശരീരമൊക്കെ ആകെ ഒരു വേദന. ഈ കൈ ഒന്ന് മസാജ് ചെയ്ത് ചെയ്യടാ. കൊച്ചുകളുടെ കൈയൊന്നും അല്ല, ശരിക്കും പിടിക്കടാ. ഞാൻ എങ്ങനെയുണ്ടെന്ന് പറ. ചുമ്മാ പറയേ. കാണാനൊക്കെ കൊള്ളാവോ? മാഡം, അടുത്ത മാസം എൻ്റെ കല്യാണം മാഡം. അപ്പൊ കറക്റ്റ് സമയാ. ചിലതൊക്കെ അതിന്റെ മുമ്പ് പഠിക്കണ്ടേ? അപ്പോഴല്ലേ കല്യാണം കഴിച്ചൊരു ഉഷാറ് കാണും. ഭാര്യയ്ക്കും പറഞ്ഞു കൊടുക്കണ്ടേ? ദേ നോക്ക്, ഞാൻ പറയുന്ന അനുസരിച്ചാ നിനക്ക് നല്ലത്. ഇപ്പൊ നീ ഇവിടെ ഡ്രൈവറല്ലേ, ഇനി കോൺസ്റ്റബിൾ ആവാം, പിന്നെ സബ് ഇൻസ്പെക്ടർ ആവാം, അത് കഴിഞ്ഞ് ഇൻസ്പെക്ടറും ആവാം. എന്താ? ഗുഡ് ബോയ്. ഇത് പോലീസ് സ്റ്റേഷനാണോ അതോ പ്രോസ്റ്റിറ്റ്യൂഷൻ സെന്ററോ? വടച്ചെന്നൈ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനിലെ എസ്ഐ ഭൈരവി തന്റെ സഹപ്രവർത്തകന് ചുംബനം നൽകിയത് ഇപ്പോഴൊരു ചർച്ചാ വിഷയമായിരിക്കുന്നു. അവരുടെ ഈ പ്രവൃത്തിയെ ട്രാഫിക് രാമസ്വാമി തന്റെ സെൽഫോണിൽ വീഡിയോ ആയി പകർത്തി എല്ലാ സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വാർത്ത ഡെങ്കിപ്പനിയേക്കാൾ വേഗതയിൽ തമിഴ്നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഇതേ തുടർന്ന് ഭൈരവയ്ക്കെതിരെ നടപടികൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. പോക്കറ്റടിക്കും അല്ലേ? പിടിക്കില്ലെന്ന് കരുതിയോട് തന്നെ. ആരാടോ താൻ? മാഡം, ഈ കിളവൻ പോക്കറ്റ് അടിക്കാൻ ഇറങ്ങിയേക്കുക. ഓ, 420 കേസല്ലേ? ഡോ, ഈ സാറിനെ നമ്മുടെ സ്റ്റേഷന്റെ പിന്നിലേക്ക് കൊണ്ടുപോക്കും. ബാക്കി ബഹുമാനിക്കലൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ടാകാം. എത്രയോ റൗഡികളെയും ക്രിമിനൽസിനെയും ഞാൻ ഡീൽ ചെയ്തിരിക്കുന്നു. എടോ ചെറ്റക്കിളവാ, ആ എന്റെ അടുത്താണോ തന്റെ അഭ്യാസം? അവരെന്നെ നിർത്താതെ അടിച്ചുകൊണ്ടിരുന്നു. ആദ്യത്തെ അടി മാത്രമേ എനിക്ക് വേദനിച്ചുള്ളൂ, പിന്നെ എനിക്ക് വേദനിച്ചേയില്ല. അവിടെ അമ്മ കഴിക്കാൻ വിളിക്കുന്നു. മുത്തശ്ശൻ വരട്ടെ, മുത്തശ്ശന്റെ കൂടെ കഴിച്ചോളാന്ന് പറഞ്ഞേക്കാൻ. അവരെല്ലാവരും കൂടി എന്നെ തല്ലി തല്ലി ഇഞ്ചപ്പരവുമാക്കി. ഇന്നലെ കാലത്ത് പോയ മനുഷ്യൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എവിടേക്ക് എന്തിനാ പോയെന്നൊന്നും അറിയില്ലല്ലോ. എനിക്കെന്തോ ആകെ പേടിയാവുക.
എന്റെ ഫോട്ടോ എടുത്ത് പേപ്പറിൽ കൊടുക്കാൻ ധൈര്യം കാണിച്ചില്ല താൻ. തന്നെ പട്ടിയെ പോലെ തല്ലും ഞങ്ങള്. നാളെ ചർമ്മക്കോളത്തിൽ തന്റെ ഫോട്ടോ ഞാനും വരുത്താം. തല്ലടോ, എന്ത് നോക്കി നിൽക്കാം? എന്താടോ? നേരത്തെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. നടക്ക്. മാഡം, ആ കാര്യം എന്താന്ന് പറ. എന്റെ ഭർത്താവിനെ 2 ദിവസമായിട്ട് കാണാനില്ല. ഒരുപാട് എടുത്ത് അന്വേഷിച്ചു, എന്നിട്ടും എവിടെയെന്നറിയില്ല. പേരെന്താ? രാമസ്വാമി, ട്രാഫിക് രാമസ്വാമി എന്നറിയപ്പെടുന്നു. ഓ, അങ്ങേരായിരുന്നോ? ഇത്രയും പ്രായമായതല്ലേ? വീട്ടിൽ നിന്ന് കഞ്ഞിയും കുടിച്ച് വല്ല മൂലയ്ക്ക് പോയി ഇരുന്നാ പോരെ? ഈ കേസും കോടതിയായിട്ട് അലയേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ഏതെങ്കിലും റൗഡികളുടെ കൈപ്പെട്ട് തല്ലുകൊണ്ട് ചത്തെന്ന് ആർക്കറിയാം? മാഡം, എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ശരി, വേണ്ടത് ഞാൻ ചെയ്യാം. നിങ്ങൾ പോയിക്കോ. വാ, നടക്ക്. അപ്പോഴേ ആ ഫോട്ടോ ഒന്ന് കാണിച്ചേ. കാണിക്ക് സാറേ. മോനെ, ഇദ്ദേഹത്തെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ശരി, നടക്ക്. എന്താ ഇത്? നീയൊക്കെ ഒരു പെണ്ണാണോ? ആ കേളവനെ പിടിച്ചിട്ട് ഇങ്ങനെ തല്ലണ്ട കാര്യം എന്താ? കണ്ട അയാളെ കെട്ടിയോളം വന്ന് കരഞ്ഞോണ്ട് പോകുന്നേ. അവരെന്നെ തലകീഴായി കെട്ടിത്തൂക്കി. പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ അവർ തലകീഴായി നിൽക്കുന്നതായാണ് അനുഭവപ്പെട്ടത്. ഇദ്ദേഹത്തിന്റെ പേരിൽ എന്താ കേസ്? യുവർ ഓണർ, 420 കേസാണ്. 420 ആണോ 620 ആണോന്നൊക്കെ ഞാൻ തീരുമാനിച്ചാ പോരെ? എന്താ ചെയ്തെന്ന് മാത്രം പറയൂ. അയാളുടെ പേഴ്സ് ഇയാൾ അടിച്ചു മാറ്റി. നേരിട്ട് കണ്ട 2 ആൾക്കാർ ഇവിടെ ഉണ്ട്. എല്ലാം കള്ളസാക്ഷികളല്ലേ? ഒരുത്തനെ ഞാൻ വിശ്വസിക്കാൻ പോണില്ല. മിസ്റ്റർ രാമസ്വാമി, നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഏതെങ്കിലും വക്കീൽ ഇവിടെ ഹാജരായിട്ടുണ്ടോ? ഇല്ല സാർ, എനിക്ക് വേണ്ടി ഞാൻ തന്നെ വാദിക്കാൻ അനുവാദം തരണമെന്ന് അപേക്ഷിക്കുന്നു. യെസ്, പ്രൊസീഡ്. സാർ, 4 പേര് വന്ന് എന്നെ തല്ലി. അതിനെപ്പറ്റി കംപ്ലൈന്റ് ചെയ്യാനായിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ പോയത്. മുൻവാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതെന്താ പകല് പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് ജനലിലൂടെ ഞാൻ അകത്തേക്ക് നോക്കി. എന്റെ തൊലി ഉരിഞ്ഞു പോയി. ഇൻസ്പെക്ടർക്ക് പോലീസ് ഡ്രൈവർ മസാജ് ചെയ്ത് കൊടുക്കുന്നു. ഞാനത് സെൽഫോണിലെടുത്ത് പത്രക്കാർക്ക് അയച്ചു കൊടുത്തു. ആ ദേഷ്യത്തില് ഇവരെന്നെ പിടിച്ചു കൊണ്ടുവന്ന് തല്ലിച്ചതച്ച് പോക്കറ്റടി കേസും ചാർജ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നാക്കി. താൻ ഓരോ കൊള്ളം പറഞ്ഞ് കേസ് വഴിമാറ്റി വിടുമല്ലോ. ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ താൻ എന്നെ പിടുത്താൻ നോക്കുവാണല്ലേ? മാഡം, ഇല്ലാത്ത ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ കണ്ടത് എന്താണോ അതാണ് പറഞ്ഞത്. താൻ എന്താ കണ്ടേന്ന് അതിനാരെങ്കിലും സാക്ഷിയുണ്ടോ? സാക്ഷിയായിട്ട് നാട്ടുകാർ മുഴുവൻ കണ്ടതല്ലേ മാഡം. എന്നാലും ജഡ്ജി അദ്ദേഹത്തെ കാണിക്കാൻ വേണ്ടി ഇതാ മാഡം, ഇത് ജഡ്ജി അദ്ദേഹത്തെ തന്നോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇല്ലാത്ത സാക്ഷിയുടെ കാര്യവും പറഞ്ഞ്. ഇൻസ്പെക്ടർ, സ്റ്റോപ്പ് ഇറ്റ്. ഇത് കോടതിയോ സ്റ്റേഷനല്ല, കുറച്ചൊക്കെ ബഹുമാനാകാം. നിങ്ങളുടെ ഗുണ്ടായിസൊക്കെ പോലീസ് സ്റ്റേഷനിൽ വെച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ കാണിച്ചില്ലേ, ഇത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, അറിയോ? സോറി യുവർ ഓണർ. ഒന്നല്ലേ നിങ്ങളിപ്പോ കീറിക്കളഞ്ഞുള്ളൂ. ഇനിയും 4 ലക്ഷം കോപ്പികൾ എടുക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യുന്ന? നിങ്ങളുടെ മസാജ് കഥകൾ നാട്ടിൽ കിടന്ന് നാറിക്കൊണ്ടിരിക്കുക. ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12 മണിക്കൂറിൽ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം. അതാ റൂള്, അറിയാലോ. പക്ഷെ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം അറസ്റ്റ് ചെയ്ത് ശനിയാഴ്ചയും ഞായറാഴ്ചയും പോലീസ് സ്റ്റേഷനിലിട്ട് ഒരു മനസാക്ഷ്യം കാണിക്കാതെ മർദ്ദിച്ച് അവശനാക്കി തിങ്കളാഴ്ച രാവിലെ ഒരു കള്ളക്കേസ് എഴുതി ചേർത്ത് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടില്ലേ? ഒരു സീനിയർ സിറ്റിസൺ ഇങ്ങനെ തല്ലാൻ പാടുണ്ടോ? നോക്കിയേ, നിങ്ങൾ അടിച്ചതിന്റെ ചോരപ്പാടുകള്. അയ്യോ, അത് ഞങ്ങൾ ചെയ്തല്ല, അത് അങ്ങേരെ. അതെ, അവര് തന്നെ എവിടെ ഉരുണ്ടു വീണ് സ്വയം തന്നെ മർദ്ദിച്ച് സ്വന്തം ശരീരത്തിൽ മുറിവ് വരുത്തി. അല്ല, നിങ്ങളൊക്കെ എത്ര കാലം ഇങ്ങനെ നുണയം പറഞ്ഞുകൊണ്ടിരിക്കും? ഇതുപോലെയൊക്കെ ഒരാളെ ടോർച്ചർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും സമൂഹത്തിന് ഇവിടെ ജീവിക്കുമോ? അതുകൊണ്ട് തന്നെ ഇപ്പോഴീ കള്ളക്കേസ് കോടതി പൂർണ്ണമായും തള്ളിക്കളയുന്നു. അതേസമയം തന്നെ പോലീസ് സ്റ്റേഷനെ മസാജ് പാർലറാക്കിയ ഇൻസ്പെക്ടറെയും ഡ്രൈവറെയും സസ്പെൻഡ് ചെയ്യാൻ അധികാരികളോട് കോടതി നിർദ്ദേശിക്കുന്നു. അതൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ട് വിടാൻ വേണമെങ്കിൽ തന്നെ കണ്ടിട്ടൊരു പാവം തോന്നല്ലോ. പാവം തോന്നുന്നോ? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് കാണുന്നുണ്ട്. മറിയേ,
കൊത്തുപൊറോട്ട പോലെ പിച്ചി പറിച്ചു വെച്ചേക്കുക, എന്നിട്ട് കുഴപ്പമൊന്നുമില്ലാന്ന്. ഷൺമുഖം, താൻ നകത്തേക്ക് വാ. എന്താ ഇത്? വാട്ട് ഈസ് ദിസ്? നാണക്കേടായിട്ടുണ്ട്. എന്റെ തൊലി ഉരിഞ്ഞു പോവാ. പോലീസ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കൊക്കെ ഒരു ബഹുമാനം തോന്നണം. ഇങ്ങോട്ട് നോക്കി. എന്തുകൊണ്ട് ഈ ലേഡിക്കെതിരെ ഇതുവരെ ഒരു ആക്ഷൻ എടുത്തില്ല? സാർ 2 ദിവസം മുമ്പാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. സാറോട് എത്തിയതിനു ശേഷം സാറിനോട് സംസാരിച്ചിട്ട് ആക്ഷൻ എടുക്കാൻ കരുതി. ഡിപ്പാർട്ട്മെന്റിന് നാണക്കേടുണ്ടാക്കുന്ന ആരായാലും സ്പോട്ടിൽ പറഞ്ഞു വിട്ടേക്കണം. ഒന്നും ആലോചിക്കരുത്. അവർക്കുള്ള ഡിസ്മിസൽ ഓർഡർ എത്രയും പെട്ടെന്ന് റെഡിയാക്ക്. നൗ. യെസ് സർ. ക്രിമിനൽസ് ഒക്കെ കൊലപാതകങ്ങൾ ചെയ്തിട്ട് രക്ഷപ്പെടാൻ വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാരായി മാറുന്നു. പക്ഷെ ഒന്നും ചെയ്യാത്ത എന്നെ കൊണ്ടുപോയി തല്ലി ചതച്ച് തേജോവധം ചെയ്ത് ക്രിമിനൽ എന്ന് മുദ്രകുത്തി കോടതിയിലെത്തിച്ചു. IPC 420. നന്നായി കഥ. എവിടെ പോയിരിക്കായിരുന്നു നിങ്ങള്? 3 ദിവസമായിട്ട് ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? അന്വേഷിക്കാൻ ഇനി ഒരിടവും ബാക്കിയുണ്ടായിരുന്നില്ല. ഞാൻ എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിക്കെങ്കിലും ചെയ്തോ? നിങ്ങള് പോയിരിക്കായിരുന്നു. അച്ഛാ, എന്തിനാ മോനെ നീ ഇങ്ങനെ ചിരിക്കുന്നേ? ഞാൻ സത്യം പറഞ്ഞതാ, മാത്തൂര് വരെ പോയതാ. ദേ ഇപ്പൊ ലോയർ ശിവകുമാർ വിളിച്ചു വെച്ചതേ ഉള്ളൂ. പോക്കറ്റടി കേസിൽ പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് 3 ദിവസം അകത്തിട്ട് ചവിട്ടി കൂട്ടി ഇപ്പൊ കോടതിയും കയറി ഇറങ്ങിയിട്ടാ വരവ്. എന്താ മോളെ ഇത്? ഇവൻ എന്തൊക്കെയായി വിളിച്ചു പറയുന്നേ? ദേ കണ്ടില്ലേ, പോലീസുകാർ തല്ലിച്ചതച്ചത് അറിയാതിരിക്കാൻ വേണ്ടി വരുന്ന വഴി കടയിൽ കയറി പുതിയ ഡ്രസ്സും വാങ്ങി അത് വിട്ടോണ്ടാ വരവ്. അതെ, ഏത് സമയം എന്റെ അച്ഛനെ ഓരോന്ന് പറയുന്നാണല്ലോ നിങ്ങൾക്ക് ജോലി. കുറച്ചേരം വാഴടിച്ചിരിക്കാൻ പറ്റോ? എന്തായിട്ടാ ഇത്? ഇങ്ങനെ ഒരു മയോ ഇല്ലാതെ തല്ലാൻ മാത്രം. അയ്യോ, നിങ്ങൾ എന്താ ചെയ്ത്? രുക്മിണി, മലയുടെ മുകളിൽ ഒരു അമ്പലം ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ ദർശനം ചെയ്യാൻ 2 വഴിയുണ്ട്. ഒന്ന് സുഖമായി AC കാറിൽ മുകളിലേക്ക് പോയി എളുപ്പത്തിൽ പെട്ടെന്ന് ദർശനം നടത്തിയിട്ട് സുഖമായി തിരിച്ചു വരാം. അതല്ലെങ്കിൽ നടന്ന് മലയുടെ മുകളിൽ കയറി 2 മണിക്കൂറോളം ക്യൂവിൽ നിന്ന് കഷ്ടപ്പെട്ട് ദർശനം നടത്തിയിട്ട് വരാം. നടന്നു പോവുകയാണെങ്കിൽ കല്ലും മുള്ളും ഒക്കെ കാലിൽ കുത്തും. അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്തിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? വടച്ചെന്നൈ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷൻ SI ഭൈരവി കമ്മീഷണറുടെ ഉത്തരവിൽ തന്റെ ഔദ്യോഗിക പദവിയിൽ നിന്നും സസ്പെൻഡ് ആയിരിക്കുന്നു. ഈ വിജയമാണ് ഈ മുറിവുകൾക്കുള്ള മരുന്ന്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്റെ വായടപ്പിക്കല്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ ജീവിക്കുന്നതെന്ന് മറക്കരുത് നിങ്ങള്. ഇമോഷൻ ആവാതെ. ചേച്ചി, അച്ഛനവിടെ? അച്ഛനകത്തുണ്ട്. ഗാന്ധിദേശമേ കാതില്ലയോ, നീതിപീഠമേ ന്യായമില്ലയോ. തകരപ്പാട്ട് നിലത്തിട്ട് ഉരുട്ടുന്ന പോലത്തെ ശബ്ദമാ. അതും വെച്ച് പാട്ടും പാടുന്നു. ഇവിടെ ഗാന്ധിദേശവും ഇല്ല, നീതിപീഠവും ഇല്ല. സാധാരണക്കാരായ ജനങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളും ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അത് കൊള്ളാലോ. കേട്ടില്ലേ മോളെ, എന്റെ വൈഫ് പൊളിറ്റിക്സ് ഒക്കെ സംസാരിക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, ഒരു പാർട്ടി ആരംഭിച്ച് നേതാവാകെ. മുത്തശ്ശൻ അടി വാങ്ങിട്ട് വന്നത് എനിക്ക് തീരെ ഇഷ്ടായില്ല. എന്റെ മുത്തശ്ശനെ പോലെ ആകും മുത്തശ്ശ. തെറ്റ് ചെയ്യുന്നവരുടെ എല്ലാ കഴുത്തിലെ കുത്തി അവരെ കൊന്നുകളഞ്ഞേക്ക്.
അതെ, വണ്ടി കുറച്ച് പുറകോട്ട് എടുത്തേ. ലൈനിൽ കയറ്റിയാണോ നിർത്തുന്നത്? മിനിസ്റ്ററുടെ വണ്ടിയാണോ? മിനിസ്റ്ററുടെ വണ്ടിയാണോ? എന്താ കാര്യം? മന്ത്രി തന്നെ നിയമം പാലിച്ചില്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെ പാലിക്കും? മനസ്സിലാക്കണം. സർ, ഇതാണ് ട്രാഫിക് രാമസ്വാമി. ഓ, ആ ശല്യമാണോ? ആ ശരി, വണ്ടി പറയില്ല. പുറകോട്ട് പോ. ആ, പുറകോട്ട് പോ. ഓക്കെ. ഗതാഗത നിയമങ്ങൾ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർക്ക് ഒന്ന് തന്നെയാണ്, പിച്ചക്കാരനും ഒന്ന് തന്നെയാണ്. ആ ഒരു വിവരം പോലും ഇവനൊന്നുമില്ലല്ലോ. സസ്പെൻഷനിലുള്ള SI ഭൈരവി ഇന്നലെ രാത്രി അപരിചിതരാൽ തലയറക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. രാവിലെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണ് അവരുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. കൊല ചെയ്യാനുള്ള കാരണവും കൊലയാളികളെ പോലീസ് സംഘം അന്വേഷിച്ചു വരികയാണ്. അർച്ചനയ്ക്കുള്ള കുറച്ച് പൂ തരും. ഒന്ന് വിളിക്കാ. ദുരന്തങ്ങളിലെ ഏറ്റവും വലിയ ദുരന്തം ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവ് മരണപ്പെടുന്നതാ. സാർ, ഗുഡ് മോർണിംഗ് സാർ. ആ വാടോ, എന്താ കാര്യം വീരസ്വാമി? എന്റെ മുത്തശ്ശന്റെ പേര് വീരസ്വാമി എന്നല്ല, രാമസ്വാമി. ട്രാഫിക് രാമസ്വാമി. ഏയ്, എന്താടോ കാര്യം? ഒരു കംപ്ലൈന്റ്. എന്താണാവോ കംപ്ലൈന്റ്? അതെന്താ, വായിക്കാൻ അറിയില്ലേ? ഉള്ള കേസ് തീർക്കാൻ പറ്റുന്നില്ല, അതിനിടയിൽ ഇങ്ങനെ ഓരോന്ന് കെട്ടിയെടുത്തോളൂ. ഓ, ഞാനെന്താ വല്ല ഷുഗർ പേഷ്യന്റാ? ഇതിൽ മധുരല്ല, പോയി മധുരട്ടുണ്ടോ? പറഞ്ഞോളൂ. എടോ, വെറുതെ എങ്ങനെ വിളിച്ച് മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ? ഇവിടെ തിരക്കണ്ടോ? എടോ, ഞാനത് പിന്നെ വിളിച്ച് പറയാ. ഇവിടെ അല്ലെങ്കിൽ ഓരോ ശല്യങ്ങൾ കയറി വന്നിരിക്കുക. വെച്ചിട്ട് പോ. സാർ, കുറച്ചു മുമ്പ് സൈക്കിൾ റിക്ഷ അടിച്ച് ഒരു ചെറുപ്പക്കാരൻ റോഡിൽ മരണപ്പെട്ടു. അത് കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റിയില്ല. എന്റെ അനിയനാ? എന്താ, എന്റെ അനിയനാണെങ്കിൽ മാത്രമേ ആക്ഷൻ എടുക്കുള്ളൂ. ആ ചെറുപ്പക്കാരന്റെ ഭാര്യ റോഡിൽ കിടന്ന് കരഞ്ഞു. ഞങ്ങൾക്കപ്പ കുടുംബമൊന്നുമില്ലേ? സാർ ആക്ഷൻ എടുക്കുന്നുണ്ടോ ഇല്ലയോ? അത് ഞാൻ നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. താമസിക്കോ. സാർ, എനിക്കൊരു കാപ്പി കിട്ടിയാ കൊള്ളാം. കണ്ടില്ലേ, എന്റെ ഒരു കാപ്പിയല്ലേ ഉള്ളൂ, അതിപ്പോ ഞാൻ കുടിച്ചു പോയില്ലേ. നിങ്ങൾ എവിടുത്തെ പോലീസാ? എന്റെ മുത്തശ്ശി സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോ നിങ്ങൾ കോമഡി കാണിക്കല്ലേ? സാർ, ഞാനിപ്പോ തന്ന ഈ കംപ്ലൈന്റിന് എനിക്ക് എന്തെങ്കിലും ഒരു പ്രൂഫ് വേണം. പ്രൂഫല്ലേ വേണ്ടേ? ഇതിനേക്കാളും വലിയ പ്രൂഫ് ഉണ്ടാവില്ല. ഓക്കെ, താൻ എന്ത് കംപ്ലൈന്റ് ആണോ കൊടുത്തേ? ഒരു മുച്ചക്ര വാഹനം ഇടിച്ച് ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടതായിട്ടാ കംപ്ലൈന്റ് കൊടുത്തത്. വണ്ടിയുടെ നമ്പർ പോലും അറിയോ? അറിയില്ല. വണ്ടി ഓടിച്ച ആളെ താൻ കാണുകയെങ്കിലും ചെയ്തോ? കണ്ടില്ല. അയ്യോ, ഇയാളെ കുറിച്ച് അറിയില്ലേ? നന്നായിട്ട് അറിയാം. കാലത്ത് എഴുന്നേക്ക ഒരു കാപ്പി അങ്ങോട്ട് കുടിക്കുക, കുളിക്കുകയോ ഇല്ലയോ. രണ്ട് കയ്യിലും നിറച്ച് കുറെ ഫയലുകൾ കാണും. ഓരോരോ കോർട്ടിൽ മാറി കയറി നമ്മളെ അക്കൗണ്ട് വെറുപ്പിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ പത്രക്കാരൻ TV-കാരെ കൊണ്ട് വിളിച്ചു കൂട്ടി മാന്യനായി എന്തൊക്കെയോ പറഞ്ഞ് സ്വയമായിട്ട് പബ്ലിസിറ്റി ഉണ്ടാക്കും. ഇത് തന്നെ ഒരു ജോലിയായിട്ട് നടക്കുകയല്ലേ. സോറി യുവർ ഓണർ, പൊതുജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ കോടതിയിൽ പോവും,
കേസ് കൊടുത്തിരിക്കും. എന്റെ രാമസ്വാമി, നിങ്ങൾക്ക് ഈ പബ്ലിക്കിനെ കുറിച്ചൊന്നും അറിയില്ല. നിങ്ങൾ അവർക്ക് വേണ്ടി വാളുമായിട്ടങ്ങ് ഇറങ്ങിക്കഴിഞ്ഞ ആ വാള് നിങ്ങളുടെ മുതുകിൽ തന്നെ അങ്ങോട്ട് കുത്തി നിങ്ങളെ ഒരു കോമാളിയാക്കി മാറ്റും. നിങ്ങൾ ആ പൊതുജനങ്ങളെ കോമാളികളാക്കുന്നത്. അതെല്ലാം പോട്ടെ, ഈ കേസിൽ ഏതെങ്കിലും സാക്ഷികളുണ്ടോ? നേരിട്ട് കണ്ട ദൃക്സാക്ഷിയാണ് ഞാൻ. നിങ്ങൾ സാക്ഷിയാന്ന് പറയാതെ വേറെ സാക്ഷികളുണ്ടോന്ന്? ഈ കിറുക്കനോട് മറുപടി പറയാൻ പറ്റില്ല. എന്താ ആകെ ആശയക്കുഴപ്പമായോ? എന്റെ ചോദ്യത്തിന് ഉത്തരം മുട്ടിപ്പോയി. എനിക്ക് ഉത്തരം മുട്ടിയിട്ടൊന്നുമില്ല. നിങ്ങളാണ് ഉത്തരം മുട്ടിക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഉത്തരം മുട്ടില്ല. ഇത് കണ്ടോ, ഭർത്താവിന് നഷ്ടപ്പെട്ട ആ പെൺകുട്ടിയെ കണ്ടില്ലേ? അതിന്റെ കണ്ണീരാണ് സാക്ഷി. അച്ഛനെ നഷ്ടപ്പെട്ട് കരയുന്ന ആ കുഞ്ഞില്ലേ? അതിന്റെ കണ്ണീരാണ് സാക്ഷി. സ്വന്തക്കാരെ സാക്ഷിയായി പരിഗണിക്കില്ല. വേറെ എന്ത് വേണം? വേറെ ആരെങ്കിലും സാക്ഷിയായിട്ടുണ്ടോ? കേൾക്കുന്നില്ല ഇവരോട്. കൃത്യമായിട്ടുള്ള തെളിവുകളോ സാക്ഷിമൊഴികളോ ഇല്ലാതെ ഈ കോടതിയുടെ സമയം വെറുതെ പാഴാക്കിയതിനാൽ ഈ കേസ് നിരുപാധികം തള്ളിയിരിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, ഇനി തനിക്ക് എന്താ വേണ്ടേ? ചെരിപ്പൂരി അടിക്കണോ? പുറത്തുപോയി സൗകര്യം പോലെ അടിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തമിഴ്നാട്ടിൽ മത്സ്യവാഹനങ്ങളുടെ സഞ്ചാരത്തിന് നിയന്ത്രണം വന്നിട്ടുള്ളതാണ്. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാതെ ആയിരക്കണക്കിന് വണ്ടികളാണ് നിരത്തിൽ സഞ്ചരിക്കുന്നത്. അതിനാൽ ഉണ്ടാകുന്ന വിപത്തുകളും കാലക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്തുണ്ടായ അപകടത്തെ തുടർന്ന് ട്രാഫിക് രാമസ്വാമി നൽകിയ പരാതിയിൽ വേണ്ടത്ര തെളിവുകളില്ല എന്ന് പറഞ്ഞ് കോടതി നിഷ്കരണം ആ കേസ് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഒരു ചായ എടുത്തേ. സാർ, ഈ സൈക്കിൾ റിക്ഷയെക്കുറിച്ച് സാറിന് എന്തറിയാം? സാർ ഈ ബാർബർ ഷോപ്പിൽ ചെന്ന് കൂന തെരഞ്ഞു നോക്കുന്ന പോലെ ഇത്. എത്രയൊക്കെ തെരഞ്ഞാലും മുടി മാത്രമേ കിട്ടാൻ പോകുന്നുള്ളൂ. എനിക്കും അറിയാം അങ്ങനെ സംഭവിക്കുന്നു. പക്ഷെ പല കൊമ്പന്മാരും അതിൽ പെട്ടുപോകില്ലേ? അതിൽ സാറും പെട്ടുപോകരുത് സാറേ. സാറേ, ഞാൻ പെടുന്നത് അവിടെ നിൽക്കട്ടെ. സാറിന് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് പറ. പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ പ്രായത്തിലൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ സാറേ? ചെന്ന് റെസ്റ്റ് എടുക്കുക ചെല്ലേ. വീരഭദ്രൻ എന്നൊരു പേരും വെച്ചുകൊണ്ട് പോലീസിനെ പറയിപ്പിക്കാൻ നടക്കുന്നു. മുഖത്തടിച്ച പോലെ പറഞ്ഞിട്ട് പോയല്ലേ അയാള്. എന്താ ഇവിടെ നിർത്തിയത്? സാറേ, ഞാനൊരു പോലീസുകാരനാ. ആ ഭാഗത്തേക്ക് വന്നാൽ ശരിയാവുകയില്ല. നേരെ പോയി റൈറ്റിലേക്ക് തിരിഞ്ഞാൽ അവിടെയാ അവൻ്റെ വീട്. ഒന്ന് സൂക്ഷിച്ച് പോണേ സാറേ. സാറേ, അവൻ കുറച്ച് ഡേഞ്ചറാണ്. ഒന്ന് സൂക്ഷിച്ച് നോക്കണം. നോക്കിയടി, ഇത് ട്രാഫിക് രാമസ്വാമി അല്ലേ? അനിയ, കഴിക്കണമെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ നിങ്ങളാ എന്താ ഈ വഴിക്ക്? നിങ്ങൾക്ക് എൻ്റെ വീട് എങ്ങനെ അറിയാവുന്നേ? ആ പോലീസുകാരൻ കാണിച്ചു തന്നാ. അപ്പൊ കറക്റ്റാ. പോലീസുകാർക്ക് എല്ലാവർക്കും എൻ്റെ വീട് അറിയാം. എന്താ വേണ്ടേ? എനിക്കൊരു കാര്യം. കാര്യോ? ആ മെനു കാർഡ് എടുത്തു കൊടുക്ക്. എടുത്തു കൊടുക്കാം സാറേ. കൈ വെട്ടാനായിട്ട് 25,000, കാല് വെട്ടാനായി 50,000. അയ്യോ, ഇത് ശരിയാവൂല. തൻ്റെ ഇഷ്ടത്തിന് വന്ന് തൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് ഇറങ്ങി പോവാ. അവിടെ ഇരിക്കേട്ടാ. അല്ല, ഈ കാശ് കൊടുത്തിട്ടുള്ള ഇടപാടൊന്നും എനിക്ക് ശരിയാവില്ല. കേട്ടോടാ, കാശ് വാങ്ങാണ്ട് ചെയ്തു കഴിഞ്ഞാൽ എനിക്കും ശരിയാവില്ല. നിന്റെ പോളിസി നിനക്ക്, എൻ്റെ പോളിസി എനിക്ക്. ഞാൻ വരട്ടെ. അത് ചേട്ടാ, വേണമെങ്കിൽ പോവല്ലേ, ഇങ്ങോട്ട് ഇരിക്കേ. എന്താ കാരണമെന്നൊന്നും എനിക്കറിയില്ല. തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ കാര്യം ചെയ്യണ്ടെന്നല്ലേ പറഞ്ഞേ? എന്നാ എന്തിനാ ഇത്? ഒരു മിനിറ്റ്.
ഇനി പറഞ്ഞോ, എന്താ ചെയ്യണ്ടേ? അപ്പോഴേ ചേട്ടാ, ഞാൻ തന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒന്നുകൂടെ കോടതി പോ. നിങ്ങളുടെ കേസ് ജയിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഹലോ. ഹായ്. താങ്ക് യു മാഡം. യുവർ ഓണർ, ഓൾറെഡി ഈ കേസ് കീഴ്ക്കോടതിയിൽ വെച്ച് ഡിസ്മിസ് ആക്കിയതാണ് മാഡം. പിന്നെ ഒരു ആവശ്യമില്ലാതെ ഈ കേസും വലിച്ചു കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നതിന്റെ കാരണം മനസ്സിലാകുന്നില്ല മാഡം. അല്ല, തനിക്ക് വേറെ ഒരു പണിയില്ലേ? യുവർ ഓണർ, നേരത്തെ കീഴ്ക്കോടതിയിൽ ചെന്ന് എൻ്റെ കൺമുമ്പിൽ നടന്ന ഈ സംഭവം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ സാക്ഷിയുണ്ടോ, മാങ്ങയുണ്ടോ, തേങ്ങയുണ്ടോ എന്നൊക്കെ ഇയാളെപ്പോലൊരു കോമാളി വക്കീൽ എന്നോട് ചോദിച്ചു. ആരാണോ കോമാളി? ഞാനാണോ കോമാളി? താൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? കേസിലെ വക്കീലാണെന്ന് കരുതിയോ? ഞാൻ ആരാണെന്നറിയോ എനിക്ക്? ആവണിയപ്പൻ, MA BL. എന്നെക്കാളും നല്ലൊരു വക്കീൽ വേറെ ആരുണ്ടോ അവിടെ? മാഡം, ഞാൻ പറഞ്ഞു വന്നത് ഇയാളെപ്പോലെ മറ്റൊരു വക്കീല് സംതിങ് വാങ്ങിയിട്ട്. ഐ ഒബ്ജക്ഷൻ യുവർ ഓണർ. ഇയാൾ വീണ്ടും ഓരോന്ന് പറഞ്ഞ കരി വാരിത്തേക്കാൻ നോക്കുക. ഞാൻ കൈക്കൂലി വാങ്ങുന്നു പറയുന്നത് കേട്ടില്ലേ? ഞാൻ സംതിങ് എന്ന് പറഞ്ഞത് നിങ്ങൾ കൈക്കൂലിയാണെന്ന് അംഗീകരിച്ചല്ലോ. താങ്ക് യു സാർ. മര്യാദക്ക് വീട്ടിൽ കുത്തിയിരുന്നാ മതിയായിരുന്നു. ഈ കിളവനെ സൂക്ഷിക്കണം. മിസ്റ്റർ രാമസ്വാമി, ഒരു കേസ് കോർട്ടിലേക്ക് എത്തുമ്പോ സാക്ഷിയില്ലാതെ അത് നിലനിൽക്കില്ലെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഇപ്പോ നിങ്ങൾക്ക് സാക്ഷിയായിട്ട് ആരാ ഉള്ളത്? എടാ മാരി, ആ പെരുമാൾ കോവിലിനടുത്ത് ആളെ വണ്ടി ഇടിച്ചു കൊന്നത് നീ തന്നെയല്ലടാ? എടോ, ഞാനുള്ള സത്യമൊക്കെ തുറന്നു പറഞ്ഞില്ലേ? നീ ഇത്ര വലിയ പൊട്ടനാണോ? പൊട്ടണോ? പൊട്ടണോ? എടോ ഡാനി, ഈ കയ്യാങ്കളിയും ചോര വീഴ്ത്തലൊന്നും എനിക്ക് ഇഷ്ടമില്ലാന്ന് അറിയില്ല. എന്റെ പൊന്നു ചേട്ടാ, ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കും. ഞാൻ വയലന്റാ. എന്നെ എന്റെ വഴിക്ക് വിടുക ചേട്ടാ. കോടതിയിൽ ജയിക്കല്ലോ നിങ്ങക്ക് വേണ്ടേ? എന്താടി ചേട്ടാ, സ്കൂളിൽ പോയി നമ്മുടെ മോൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എടി, എന്തൊക്കെയാ നീ പറയുന്ന? കൊച്ചിനെ കാണുന്നില്ലെന്നോ? നീ അവിടെയൊക്കെ ശരിക്കും നോക്കിയോ? എവിടെ അന്വേഷിച്ചാലും കിട്ടില്ല മാരി. വേഗം വാ ചേട്ടാ. നിന്റെ കൊച്ച് വീട്ടിലേക്ക് വരണമെങ്കിൽ നീ കോടതിയിൽ വരണം. കോടതിയിൽ വന്ന് ഉള്ള സത്യം പറയണം. അതെ മാഡം, അന്നാ പയ്യനെ റോഡിൽ വെച്ച് ഇടിച്ചിട്ടത് ഞാൻ തന്നെയാ. ഒന്ന് സമാധാനമായിട്ട് ആലോചിച്ച് ഓർമ്മ വന്നതിന് ശേഷം പറഞ്ഞാൽ മതി. നീ ഇടിച്ചത് കാരണം അവൻ ചത്തതാണോ, അതോ അവൻ ചത്തത് കൊണ്ട് നീ ഇടിച്ചതാണോ? ഹലോ, ഹു ഈസ് ദാറ്റ്? അയാൾ കറക്റ്റ് ആയിട്ടല്ലേ മറുപടി പറഞ്ഞത്? നിങ്ങൾ എന്തിനാ അയാളെ കൺഫ്യൂഷൻ ആക്കുന്നത്? എന്താ കൺഫ്യൂഷൻ ഇവിടെ? അയാൾ ഇടിച്ചത് കാരണമാണ് ആ ചെറുപ്പക്കാരൻ മരിച്ചതെന്ന് അയാൾ തന്നെ സമ്മതിച്ചു. അപ്പൊ അതിന്റെ കാരണം നിങ്ങളാണോ നിങ്ങളുടെ അച്ഛനാണോ? വെറുതെ എന്റെ അച്ഛനെ ഇതിലേക്ക് വലിച്ചെടുക്കുന്നതിനാ? എന്റെ അച്ഛനെ കുറിച്ച് താങ്കൾക്ക് എന്തറിയാം? അത് നിങ്ങളുടെ അമ്മയ്ക്കല്ലേ അറിയൂ. ഷേടാ സാറേ, എന്റെ അമ്മയ്ക്ക് എന്റെ അച്ഛനെ കുറിച്ച് നന്നായിട്ട് അറിയാം സാർ. അയാൾ ഒരു ആഭാസനാണ്, ചെറ്റയാണ്, കള്ളു കുടിച്ചാണ് ചത്തതെന്നും. പക്ഷെ ഒരു ആവശ്യമില്ലാതെ ഇവിടെ എന്തിനാന്ന് പറയുന്നേ? ഓ, അദ്ദേഹം മരിച്ചു പോയി. പിന്നല്ലാതെ. ഐ ആം സോറി സാർ. ഹലോ മിസ്റ്റർ, നിങ്ങളുടെ വണ്ടി ഇടിച്ചിട്ടല്ലേ ഒരാൾ മരിച്ചു പോയത്? എന്നിട്ട് എന്താ നിങ്ങൾ വണ്ടി നിർത്താതെ ഓടിച്ചോണ്ട് പോയത്? ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ? ഇതിനൊക്കെ ആരെങ്കിലും വണ്ടി നിർത്തോ? പോയിന്റ്. അതെ, ഒരു ജീവൻ നിങ്ങൾക്ക് അത്രയ്ക്ക് നിസ്സാരമാണല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ പോലീസിൽ കീഴടങ്ങാഞ്ഞ്? സാർ, എന്റെ കക്ഷി അങ്ങനെ ഒരിടത്ത് സറണ്ടർ ആവില്ലെന്നേ. പിന്നെ പറഞ്ഞ എന്തിനാ സറണ്ടർ ആവും പറയുന്നത്? എന്ത് നോൺസെൻസ് ഇത്? തെറ്റ് തന്നെ. നോട്ട് ദിസ് പോയിന്റ് മാഡം. മാഡം, ഈ എഗ്രിമെന്റ് പ്രകാരം ഇവന്റെ പേരിലുള്ള 1000-ൽ കൂടുതൽ വണ്ടികൾ ഇവിടെ ഓടുന്നുണ്ട്. അയ്യോ എന്റെ മാഡം, പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. ഞാൻ ഈ പറയുന്നതൊക്കെ സത്യമാ. ആ വണ്ടി ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല മാഡം. ഞാൻ വെറും ബിനാമി മാത്രമാ. വെരി ഗുഡ്, കൺഗ്രാചുലേഷൻസ്. നീ വെറും ബിനാമിയാണെന്ന് പറഞ്ഞതിന്. അപ്പോ ആ വണ്ടികളുടെയൊക്കെ ഓണർ ആരാ? അത് ഹലോ രാംസ്വാമി, അതൊക്കെ പിടിപാടുള്ളവരുടെ കാര്യാ. തന്റെ പരിപ്പൊന്നും അവിടെ വേവില്ല. വെറുതെ ഏടി പിടിക്കണ്ട. അവിടെയപ്പൻ, പരിപ്പ് വേവോ ഇല്ലയോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പുള്ളിയില്ലേ, അത് ആരാന്ന് പറഞ്ഞാൽ മതി. റെഡ്ഡി, വ്യവസായ പ്രമുഖൻ ശ്രീനിവാസ് റെഡ്ഡിയാ മാഡം. കേട്ടില്ലേ മാഡം? അവന്റെയൊക്കെ പേര് പറഞ്ഞ് മാഡത്തെ തന്നെ ഭീഷണിപ്പെടുത്തുക.
ഈ പേര് പറഞ്ഞ് പേടിപ്പിക്കുന്ന കാര്യമൊക്കെ ഇവിടെ നെഹി നെഹി നെഹി. ഓക്കേ? ആ എന്നാലും എനിക്കൊരു ഡൗട്ട്. ഈ സൈക്കിൾ റിക്ഷയൊക്കെ 25 cc അല്ലേ ഉള്ളൂ? അതെ മാഡം. അപ്പൊ പിന്നെ അത് ഇടിച്ച ഒരാള് മരിക്കാന്നൊക്കെ പറഞ്ഞാ അതെങ്ങനെയാ? ഓ കൈസ എങ്ങനെ? അന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് പാവങ്ങൾ വണ്ടി വലിക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട് 25 cc എഞ്ചിൻ അതിൽ ഫിക്സ് ചെയ്യാവുന്ന ഒരു അനുവാദം കൊടുത്തു. പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ വേണ്ടി ചെയ്ത ആ സഹായം ഇന്ന് ഒരുപാട് പേരുടെ മരണത്തിന് തന്നെ ഇടയാക്കി. എങ്ങനെയാണെന്നറിയോ? കപാലി. ഞാനും ഒരു കാലത്ത് മീൻവണ്ടി ഓടിച്ച ജീവിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് അവർ രാഷ്ട്രീയത്തിൽ കയറി. അവര് സീറ്റ് കിട്ടി MLA ആയി മാറി. അത് കഴിഞ്ഞ് മീൻവണ്ടി ഒക്കെ കാണാൻ നോക്കാറ്. മാഡം, കുറേ കാലങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ 10,000 ബൈക്കുകൾ കാണാതായിട്ടുണ്ട്. ആ കേസൊക്കെ തൊട്ടടുത്ത സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. അതിൻ്റെ FIR കോപ്പീസാണ് ഇതൊക്കെ. അനിയ, ഈ ബൈക്കുകൾക്കൊക്കെ എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയില്ലേ? മോട്ടിക്കുന്ന വണ്ടിയൊക്കെ എൻ്റെ അടുത്താ കൊണ്ടുവരാം. ഞാനൊക്കെ ട്യൂൺ ചെയ്ത് മീൻവണ്ടിയാക്കി മാറ്റുന്ന. കഴിഞ്ഞ് ഒരു സ്പീഡ് വരും ആ വണ്ടിക്ക്. മിന്നൽ പോലെ പറക്കും. അങ്ങനെ ഇടിച്ച് എൻ്റെ വണ്ടി 4 പേര് ചതഞ്ഞ് ചത്തിട്ടുണ്ട് സാർ. ആ പാപത്തിന്റെ പേരില ഇദ്ദേഹം ഓടിച്ച വണ്ടി ഇദ്ദേഹത്തിന് എന്നെ കാലനായത്. ഇപ്പൊ കൈയും കാലും ഒടിഞ്ഞു നിൽക്കും. ആശുപത്രിയിൽ വണ്ടി കണ്ട് പോയി 10 ലക്ഷം രൂപ തരാനുണ്ട്. പക്ഷെ പൈസ കൊടുത്തില്ല. അതോടെ ഞങ്ങൾക്ക് വരുമാനം ഇല്ലാതായി, ഞങ്ങളുടെ ജീവിതം ഇല്ലാതായി. കുടിക്കാൻ കഞ്ഞി പോലും ഇല്ലാതെ തെരുവിൽ നിൽക്കേണ്ട അവസ്ഥയാ. മാരി കബാലി എന്ന ഈ 2 പേരെയും FIR ഫയൽ ചെയ്ത് ജയിലിലടയ്ക്കാൻ ഉത്തരവിടുന്നു. ഇവർക്ക് പിന്നിലുള്ള ശ്രീനിവാസ റെഡ്ഡിയെയും സംബന്ധപ്പെട്ട MLA MP മോഹനനെയും ഇതിനെല്ലാം പിൻബലമായി നിന്ന ട്രാൻസ്പോർട്ടേഷൻ മിനിസ്റ്റർ വെങ്കായമണ്ടി വരദരാജനെയും ഇൻസ്പെക്ടർ വേദാചലം തുടങ്ങിയ എല്ലാവരെയും അന്വേഷണത്തിന് വിധേയരാക്കാൻ ഉത്തരവിടുന്നു. മനുഷ്യ നീ മണ്ണാണെന്നോർത്തിടണം, മണ്ണിലേക്കു നീ മടങ്ങിയിടണം. എന്റെ പൊന്ന് സുഷ്മേ, നീ ഒരു ഹാർട്ട് പേഷ്യന്റാ. താനാണെങ്കിൽ ആൻജോ ചെയ്ത് നോക്കിയിട്ടും സർജറി ചെയ്യാൻ കൂട്ടാക്കുന്നില്ല. ഇനിയെങ്കിലും അങ്ങോട്ട് ഞാൻ പറയുന്നൊന്ന് കേക്ക്. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോണ്ടേ? ആദ്യം ശ്രദ്ധിക്കേണ്ടത് വയർ നിറച്ച് ഭക്ഷണം കഴിക്കരുത്. ഓരോ മണിക്കൂർ കൂടുമ്പോ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അതുമാത്രമല്ല, ജോലി സമയം ആയിക്കോട്ടെ അതല്ല വീട്ടിലും ആയിക്കോട്ടെ, വാക്കിംഗ് ജോഗിങ് അതെല്ലാം നീ എപ്പോഴും ചെയ്യണം, കേട്ടല്ലോ? പിന്നെ ബസ് ദേ നോക്ക് ജയന്തി, എപ്പോഴും നീ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം ഇതൊക്കെ എന്നോട് പറഞ്ഞില്ലേ, അപ്പം മുതല് ഞാൻ ഒരു കാര്യത്തിനും ടെൻഷനായിട്ടേ ഇല്ല. ജോളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു പ്രയാസവും ഞാൻ മനസ്സിലേക്ക് എടുക്കാറില്ല. എനിക്ക് ചിരിക്കാൻ തോന്നിയാ ഞാൻ ചിരിക്കും, ഇനി കരയാൻ തോന്നിയാ കരയും. ദേഷ്യം വന്നാലോ ഇടവും വലോ ഞാൻ നോക്കില്ല, പൊട്ടിത്തെറിക്കും ഞാൻ. അതെ, വെറുതെ കിടന്ന് പേടിക്കുന്നതിനാ. നമ്മൾ ഇതുവരെ കാണാത്താണ് കേസും കോടതി നടപടിയൊക്കെ. ഇതിന്റെ അപ്പുറം കാണിച്ചിട്ടിരിക്കുന്നവരല്ലേ നമ്മള്. എത്ര സമൻസ്, എത്ര നോട്ടീസ് എനിക്കും വന്നിട്ടുണ്ട്. കിടക്കത്തില്ലേ? അത് ശരിയാ. എന്റെ പൊന്നുവാവയോ, എന്താടി ഇത്? അത്ഭുതമായിരിക്കുന്നു. ഭൂമിയിൽ നിന്ന് മുളച്ചു വന്ന പോലെ ഉണ്ട്. ഭാഗുനാവാ ഭാഗുനാനണ്ടി. കാലത്ത് മുതൽ എത്ര തവണ ഞാൻ കോൾ ചെയ്ത് നോക്കി, എടുത്തേ ഇല്ല. നോട്ട് റീച്ചബിൾ ഏരിയയിലായിരുന്നു. റെഡ്ഡി സാറേ, ഇപ്പൊ വിളിച്ചു നോക്ക്, കിട്ടും. നിങ്ങൾക്ക് തമാശ കളിച്ചോണ്ടിരിക്കുക. ഇത്ര സീരിയസ് ആയ ഒരു കാര്യത്തിനും സാർ ഒരു കാര്യം ചെയ്യും, ആ കിളവനെ വിളിച്ചിട്ട് കേസ് പിൻവലിക്കാൻ പറ. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ. ഫോൺ ആരാന്ന് നോക്കിയാ മോളെ, നോക്ക്.
ഹലോ, ഞാൻ മന്ത്രിയുടെ പി എ മിനിസ്റ്റർ വരദരാജന്റെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. അതിനെന്താ? ഞാനേ രാമസ്വാമിയുടെ കൊച്ചുമോളാ. എന്താ കാര്യം? മോളെ, ഫോൺ മുത്തച്ഛന് കൊടുക്ക്. മുത്തശ്ശ, ദാ ഫോൺ. ആർക്കാ ഇത്ര അത്യാവശ്യമായിട്ട് എന്നോട് സംസാരിക്കാനുള്ള? ഹലോ, ആരാ സംസാരിക്കുന്നത്? രാമസ്വാമി, തന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞല്ലോ. ഞാൻ അതിലും അത്യാവശ്യമായിട്ട് എൻ്റെ കൊച്ചുമോളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക ഇവിടെ. ഫ്രീ ആകുമ്പോ വരാം കേട്ടോ. അതെ സാറേ, അയാൾ അവിടെ ആ ബേബി ആയിട്ട് കളിക്കുന്നു, നിങ്ങൾ ഇവിടെ ഈ ബേബി ആയിട്ട് കളിക്കുന്നു. ഇതിനൊരു തീരുമാനം പറ. ഗോവിന്ദ ഗോവിന്ദ. ആ, റിസൾട്ടും വന്നിട്ടുണ്ട്. ആ മേഡം. 2 പൊറോട്ട. ശരി മേഡം. കുറുമ പിച്ചി പിച്ചി ഇട്ടിട്ടെ. ആയിക്കോട്ടെ. ഒരു സ്പൂൺ ഇട്ട് ചെയ്യാം മേഡം. വേഗം അങ്ങോട്ട് കൊണ്ടുപോ. എന്താ നിങ്ങളുടെ പേര്? വേലായുധൻ. എന്താ നിങ്ങളുടെ ജോലി? ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. നിങ്ങൾക്ക് അക്കൗണ്ടിങ്സ് അറിയോ? ഹലോ രാമസ്വാമി, അയാളെന്താ ബാങ്കിലെ അക്കൗണ്ടന്റോ? 2-4 ഗുണിച്ച് പറയാനായിട്ട്? പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ലോ ആൻഡ് ഓർഡറിനെ കുറിച്ച് സംസാരിക്കുക. പുല്ല് പോലെ ഉത്തരം പറയില്ലേ? പുല്ലുപോലെ ഉത്തരം പറയാന്ന് ചില ചോദ്യങ്ങൾ ഞാനും ചോദിക്കട്ടെ? ചോദിക്കുന്നത് അത് തന്നെ ഞാനും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വണ്ടിക്ക് ഒരു ദിവസം 100 രൂപ എന്ന് വെച്ചാൽ അപ്പൊ 5000 വണ്ടിക്ക് 5 ലക്ഷം. ഒരു മാസത്തേക്ക് 1.5 കോടി. ഒരു വർഷത്തേക്ക് 18 കോടി. 15 വർഷത്തേക്ക് 270 കോടി. എന്താടോ തെറ്റിച്ച് പറഞ്ഞ? 212 കോടി അല്ല, 270 കോടി. 212 കോടി അല്ല, 270 കോടി. 212 കോടിയാണെന്ന് ഉറപ്പാ? നിസ്സാര കണക്ക് പോലും അറിയാത്ത താനറിയില്ലെന്നാ പറയുന്നത്. ഡെയിലി കഴിഞ്ഞിട്ട് കൈക്കൂലി വാങ്ങുന്നത് എനിക്കറിയില്ലെന്ന് കരുതി. ആരാ അത്? കോനെ? ഞാനാ. നീ ഏതാ മോളെ? രാമസ്വാമിയുടെ കൊച്ചുമകളാ. ഓ, ശരി ശരി. എത്രയിലാ പഠിക്കുന്നത്? 3rd സ്റ്റാൻഡേർഡ്. ക്രിക്കറ്റ് ഇഷ്ടമാണോ നിനക്ക്? ഒത്തിരി ഇഷ്ടാണല്ലോ. ശരി, ക്യാച്ച് ചെയ്ത് പിടിക്കുമോ നോക്കട്ടെ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഇവിടെ എന്താ നടക്കുന്നത്? ബിസ്ക്കറ്റ് വെച്ചോടോ? മിസ്റ്റർ ആവടിയപ്പൻ, ഇടയ്ക്കിടയ്ക്ക് റിലാക്സ് ചെയ്യണം. എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാൻ പറ്റുമോ? നിക്ക്, നിങ്ങൾക്ക് എന്തായാലും ഒരു ബിസ്ക്കറ്റ് തന്നേക്ക് മേഡം. ഞാൻ ക്യാച്ച് പിടിക്കും. അയ്യേ, ബിസ്ക്കറ്റ് പോലും പിടിക്കാനറിയില്ല. പിന്നെ എങ്ങനെയാ പോയിന്റ് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുക? ഏയ് ഉണ്ടക്കണി, നിർത്തേ, മിണ്ടാതിരിക്കെ. മേഡം, ഇയാൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞ അയാളെ കൺഫ്യൂഷൻ ആക്കണം മേഡം. ഒരു കൺഫ്യൂഷൻ ആക്കുവല്ല, തെളിവ് കണ്ടെത്ത് തന്നെയാ. നിയമം ഒരു ഇരുട്ടറയാണെങ്കിൽ വക്കീലിന്റെ വാദം അതിൽ വെളിച്ചമാണെന്ന് പറയാറുണ്ട്. താൻ വിളക്ക് കത്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് അണയ്ക്കാതിരുന്നൂടെ? താൻ എനിക്ക് ബുദ്ധി പറഞ്ഞു തരിക? ഇല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പൊ എനിക്ക് ബുദ്ധി ഇല്ലെന്നാണോ പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങളല്ലേ പറയുന്നത്. രാമസ്വാമി, സൂക്ഷിച്ചു കണ്ട് സംസാരിച്ചോളാം. ഇതിലും ഭേദം ചന്തയിൽ പോയി നിന്ന് വല്ല കപ്പലണ്ടി കച്ചവടം നടത്തുന്നതാ. ഒന്ന് പോടോ പരട്ട കിളവ. സൈലൻസ്. ഞാൻ കിഴവൻ തന്നെയാ, പക്ഷെ തന്നെ പോലെ കഴുതയല്ല. രാമസ്വാമി, ഞാൻ ഈ കോട്ടിടുമ്പോ മാത്രം വക്കീല്, അല്ലെങ്കിൽ പക്ക റൗഡിയാ ഞാൻ. അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ ഈ കറുത്ത ഗൗൺ ഇട്ടുകൊണ്ട് കള്ളന്മാർക്കും കൂട്ടിക്കൊടുപ്പുകാർക്കും വേണ്ടി വാദിക്കുന്നത്. താനൊന്ന് പുറത്തേക്ക് അപ്പ കാണിച്ചാലും ഞാൻ ആരാണെന്ന്. എടോ, കോടതിയുടെ പുറത്ത് തന്നെ എന്ത് കാണിക്കാനാ? താൻ റൗഡിയാണെന്ന് ഇവിടെ സമ്മതിച്ചില്ലേ? എന്റെ പിള്ളേരെ വിളിച്ചാലുണ്ടല്ലോ സംസാരിക്കാൻ തന്നെ നാണക്കേടാണ്. എനിക്ക് അതിനേക്കാളും വലിയ നാണക്കേടുണ്ടോ? ചെയ്യുന്ന തൊഴിലിനോട് അല്പമെങ്കിലും മാന്യത കാണിക്കണം. രാമസ്വാമി, ഇതിനുള്ള പണി ഞാൻ തനിക്ക് വെച്ചിട്ടുണ്ട്. താൻ എന്നെ ജഡ്ജിയെ കൊണ്ട് തല്ലിച്ചല്ലോ. എന്താ പറഞ്ഞേ? എന്നെ കൊണ്ട് ഞാൻ അതല്ല ഉദ്ദേശം മേഡം. കേട്ടില്ലേ മേഡം? നിങ്ങളെ പോലുള്ള നല്ലവരെ കുറിച്ചൊക്കെ ഇങ്ങനെ അപവാദം പറയും. വൃത്തികെട്ടവന്മാരെയൊക്കെ ദൈവത്തെ പോലെ കാണുകയും ചെയ്യും. എന്നുവെച്ചാ വക്കീലന്മാരില് നല്ലവരില്ലേ ഇല്ലെന്നാണോ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല മേഡം. കുറെ പേരുണ്ട് നന്മയുള്ളവരും സത്യസന്ധരുമായിട്ട്. പക്ഷെ എന്താന്ന് വെച്ചാല് അവരൊക്കെ വീട്ടിൽ ഇരുന്ന് കേസ് വരും എന്നും വിചാരിച്ച് ഈച്ചയാട്ടിക്കൊണ്ടിരിക്കുക. ശരി ശരി, ഇപ്പൊ വിഷയത്തിലേക്ക് തിരിച്ചു വാ. മിസ്റ്റർ വേദാചലം, കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 270 കോടി കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. അയ്യോ,
അത്രയും പൈസ ഞാൻ മാത്രം എടുത്തോണ്ട് പോയതല്ല. അതിൽ എനിക്ക് കിട്ടുന്ന വെറും 2% മാത്രമാ. ബാക്കിയുള്ളതൊക്കെ ഉന്നതന്മാര് കൈയിട്ട് വാരി കൊണ്ടുപോകല്ലേ. ദേ ഈ നിൽക്കുന്നുണ്ടല്ലേ ആവണിയപ്പൻ, ഇയാൾക്കും പോകുന്നുണ്ടോ ഒരു ഷെയർ? ഇല്ലെന്നുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. അഭിനന്ദനങ്ങൾ. അടുത്ത വലിയ മനുഷ്യനാരാ? നമസ്കാരമുണ്ട് മാഡം. സമൂഹത്തിലെ മാന്യനായ വ്യക്തി. അതെ അതെ. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് അതറിയാത്തവരായി നാട്ടിൽ ആരും ഉണ്ടാവില്ല. ഞാനങ്ങ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നതാ, അതുകൊണ്ട് പേര് പറയും. റെഡ്ഡി, ശ്രീനിവാസ റെഡ്ഡി. എന്താണ് നിങ്ങളുടെ ജോലി? ബിസിനസ് മാൻ. അല്ല, ഇവിടെ പെട്ടിക്കട നടത്തുന്നവര് ബിസിനസ്മാൻ ആണെന്നാ പറയുന്നത്. നിങ്ങൾ എന്ത് ബിസിനസ്സാ ചെയ്യുന്നത്? പാതി തമിഴ്നാട്ടിലും മണ്ണിന്റെ സപ്ലൈ ഞാനല്ലേ. ഓ, തമിഴ്നാടിന്റെ പകുതി അപ്പം മരുഭൂമിയാക്കിയത് നിങ്ങളാണല്ലേ? അതിപ്പോ നിങ്ങൾ അങ്ങനെ വിചാരിച്ചു, എനിക്കെന്താ. കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങളുടെ വീട്ടിലെ ഒരു റെയ്ഡ് നടന്നില്ലേ? നടന്നോട്ടെ, അതിനെന്തപ്പോ. അന്ന് പവൻ കണക്കിന് സ്വർണവും കിലോ കണക്കിന് വെള്ളിയും ഒക്കെ കിട്ടിയെന്ന് കേട്ടല്ലോ. കിട്ടട്ടെ, അതിലെന്താ പ്രശ്നം. പുതിയ 2000 രൂപയുടെ നോട്ട് 40 കോടിയോളം പിടിച്ചെടുത്തെന്ന് കേട്ടല്ലോ. അത് തെറ്റ്. 46 കോടി. ഓ, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അവര് 2 ബണ്ടിലാക്കിയാ കൊണ്ടുപോയ. അങ്ങനെയല്ലേ? അതിന്റെ കൂടെ ഒരു പ്രധാനപ്പെട്ട ഡയറി കിട്ടിയെന്നും അതിൽ കുറെ വമ്പൻ സ്രാവുകൾ പെട്ടുവെന്നുമാണല്ലോ കേട്ടത്. അവരല്ലേ പെട്ടുപോയത്, അതിന് എനിക്കെന്താ ഇപ്പോ. മാഡം, ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ സാറിനോട് ചോദിച്ചിട്ട് പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല. പറഞ്ഞു വിട്ടേക്കട്ടെ? ഓ വിട്ടേക്ക്, എനിക്കെന്താ. ജരഗണ്ടി ജരഗണ്ടി. ഓ സ്ഥാനമോ. നെക്സ്റ്റ് ബിഗ് ഷോട്ട്. നിങ്ങളുടെ പേരെന്താ? യുവർ ഓണർ, എനിക്കിങ്ങനെ ഈ ചോദ്യം ചോദിക്കുന്നൊന്നും ഇഷ്ടമല്ല. അച്ഛാ. കാരണം ഞാൻ ഇന്നലെ പഞ്ചായത്ത് മെമ്പർ, ഇന്ന് MLA, നാളെ CM. അതുകൊണ്ടാണല്ലേ ഇത്രയ്ക്ക് ധൈര്യം? ഒന്ന് നിർത്തിയേ. ഈ മീൻ വണ്ടി ഒന്നും ഓടിക്കാൻ പാടില്ലെന്ന് 2002 ഒരു നിയമം ഉണ്ടാക്കിയല്ലേ മാഡം? കറക്റ്റ്. അതുകൊണ്ടായിട്ട് ഞങ്ങൾ ഓടിച്ചോണ്ടിരിക്കുക. കറക്റ്റ് അല്ലേ മാഡം? കറക്റ്റ്. അപ്പൊ ഇത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, അതും കറക്റ്റ് അല്ലേ? പക്കാ കറക്റ്റ്. ഗവൺമെന്റ് എന്ത് നിയമം കൊണ്ടുവന്നാലും ഞങ്ങൾ അനുസരിക്കാൻ പോകുന്നില്ല. അറിയോ മാഡത്തിന്? അതെന്തുകൊണ്ടാ? ചില്ലറക്കാര് മുതൽ CM വരെ മാസാമാസം ദമ്പടി പോകുന്നുണ്ട്. പിന്നെ ഗവൺമെന്റിനെ ബഹുമാനിക്കുന്ന കാര്യമില്ലല്ലോ. കേട്ടില്ലേ മാഡം? ഇതുപോലത്തെ റൗഡികളൊക്കെ അധികാരത്തിൽ വന്ന നാടിന്റെ അവസ്ഥ എന്തായിരിക്കും? കഷ്ടം തന്നെ. രാമസ്വാമി, ബഹുമാനപ്പെട്ട നിയമസഭാംഗത്തോട് മര്യാദയില്ലാതെ സംസാരിക്കരുത്. നിങ്ങൾക്ക് ഒരുപക്ഷെ അയാൾ ഒരു നിയമസഭാ അംഗമായിരിക്കാം, പക്ഷെ എനിക്ക് സർവന്റാ. സെർവന്റോ? ഇത്രയും ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ തന്റെ സെർവന്റോ? നിങ്ങളുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ നിങ്ങൾക്ക് ആരാ? സെർവന്റ് ആണ്. ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ഒരാളെ എന്താ വിളിക്കുക? ഇത് ഇങ്ങനൊക്കെ ചോദിച്ചാൽ അവരും ഗവൺമെന്റ് സെർവന്റ് അല്ലേ? ഞാൻ അടയ്ക്കുന്ന ടാക്സ് കൊണ്ടാണ് MLA ശമ്പളം വാങ്ങുന്നത്. അപ്പൊ അയാൾ എന്റെ സെർവന്റ് അല്ലേ? കറക്റ്റ് ആണ്. കറക്റ്റ് അല്ലേ? നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ തർക്കിക്കുക. നിങ്ങളാണ് വെറുതെ ആവശ്യമില്ലാതെ തർക്കിക്കുന്നത്. ഞാനോ? അതെ. രാമസ്വാമി, എന്റെ ലോയർ കരിയർ നശിപ്പിക്കാൻ നോക്കുക. ഞാൻ ലോയർ ആണെങ്കിലല്ലേ നശിപ്പിക്കേണ്ട കാര്യമുള്ളൂ. താൻ ഇവിടുന്ന് ജീവനോടെ പോകുന്ന എനിക്കൊന്ന് കാണണം. ജമാൽ, കോടതിയുടെ പുറത്തൊരു 10 പേരെ കൂട്ടി വാ. ഒരുത്തന്നെ പെട്ടെന്ന് തീർക്കണം. പോലീസ് സ്റ്റേഷനോ? റോങ് നമ്പർ സർ. നീ തന്നെ തട്ടിയിട്ട് പറ. ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യ്. എന്താ ഇവിടെ നടക്കുന്നത്? ആരാ നിങ്ങളൊക്കെ? ഏത് റൗഡികളാ ഇവിടെ കയറി വന്നത്? എന്താച്ചാ, ആരാ വന്നേന്ന് അച്ഛൻ അറിയില്ലേ? വന്നവര് ഇവിടെ എല്ലാം അടിച്ചു പൊട്ടിച്ചതും പോരാഞ്ഞ് ഇനി നിങ്ങൾ ആരും ജീവനോട് ഉണ്ടാവില്ല എന്ന് പേടിപ്പിച്ചിട്ട് പോയിരിക്ക. ഇനി ഇതൊന്നും സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല അമ്മാവാ. നോക്ക്, ഇത്രയും കാലം എന്റെ തൊഴില് ലീഗലായിട്ട് മാത്രമാണ് നടത്തിയിരുന്നത്. എന്നിട്ടും കണ്ടില്ലേ, ഇല്ലീഗലായി ആളുകളെ രാജ്യം കടത്തി ഹവാലയായിട്ട് സമ്പാദിക്കുന്നെന്ന് പറഞ്ഞ് എന്നെ കള്ളക്കേസിൽ കുടുക്കി നാണം കെടുത്തി വിട്ടു. ലീഗലായി അപ്രൂവൽ വാങ്ങി ബാങ്കിൽ നിന്ന് 10 കോടി ലോൺ എടുത്ത് ഇദ്ദേഹം അവിടെ കോംപ്ലക്സ് കെട്ടിക്കൊണ്ടിരിക്കുക. പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ടായിട്ട് ഒരു സീൽ വെച്ചിട്ട് പോയി. ഇനി ബാങ്കുകാർ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? ഇവിടെ നോക്കച്ചാ, അച്ഛന് പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഗവൺമെന്റിനെ എതിർത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് മനസ്സിലാക്ക. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ പറയുന്നത്? പറ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു നിസ്സാര കാര്യമുള്ളൂ. ആക്സിഡന്റിന്റെ കാര്യം മാത്രം വിത്ഡ്രോ ചെയ്യുകയാണെങ്കിൽ.
അമ്മേ, ഞങ്ങൾ എത്ര അഭിമാനത്തോടെ ജീവിക്കുന്നവരാ. ഇന്ന് ഇദ്ദേഹത്തെ അടിച്ച് അപമാനിച്ച് ഞങ്ങൾക്ക് സ്റ്റാറ്റസ് തന്നെ നഷ്ടായി. നിങ്ങളുടെ സ്റ്റാറ്റസ് പോയെന്നോ? അതും അദ്ദേഹം കാരണം. നിനക്കൊക്കെ എവിടുന്നാണ് ഈ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടായത്? നാട്ടിലുണ്ടായിരുന്ന സ്ഥലം മുഴുവൻ വിറ്റിട്ട് നിനക്ക് റിയൽ എസ്റ്റേറ്റിന് വേണ്ടി പണം തന്നില്ലേ അദ്ദേഹം? നിനക്ക് ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോ കൊട്ടാരം പോലൊരു വീട് വിറ്റിട്ട് ആ പൈസ നിനക്ക് തന്നില്ലേ? അപ്പൊ അദ്ദേഹം സ്റ്റാറ്റസ് നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റാറ്റസ് ഒക്കെ കിട്ടുമായിരുന്നല്ലോ അല്ലേ? അയ്യോ, അതല്ല, ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടാ. അധികാരത്തിലിരിക്കുന്നവരെ നോക്കി പല്ലിടിച്ച് കാണിച്ച് നട്ടല് വളച്ച് നടക്കാൻ അദ്ദേഹത്തെ കിട്ടില്ല. നെഞ്ചു മരിച്ചു നിൽക്കും. അമ്മേ, അച്ഛനെ പോലെ ഇങ്ങനെ തനിച്ച് നിന്ന് പോരാടാൻ ഞങ്ങൾക്ക് പറ്റില്ല. അച്ഛനൊരു ഒറ്റ മരവാ. അതേടാ, അദ്ദേഹം ഒറ്റ മരം തന്നെയാ. പക്ഷേ ഒറ്റത്തടിയല്ല, ഒരാൽമരവാ. അല്ല അച്ഛാ, നിക്ക്. എന്താ അച്ഛത്? ഞങ്ങളാരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ലല്ലോ. ഇത്രയും നാളും ആഹാരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് പോലെ. പോലെ ഇത്രയൊക്കെ ചെയ്തിട്ടും ആ കിളവൻ കേസ് പിൻവലിക്കാതെ പിന്നെയും പുറത്തിറങ്ങിയല്ലേ? ഇനി അയാളെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. എടാ കോഴി, എന്താണ്? കുട്ടിയാനെയും കൊണ്ട് പോയിട്ട് ആ കിളവനെ തൂക്കിയേര്. ആ കിളവനെ പൊക്കാനായിട്ട് കുട്ടിയാനെ കൊണ്ടുപോകേണ്ട കാര്യം എന്താ? 2 പട കൊടുത്ത് അവിടെ കിടന്ന് പെടയും. പറഞ്ഞ പോലെ ചെയ്യേ. കാര്യം തീർത്ത് നേരെ റെഡ്ഡിയുടെ തോട്ടത്തിലേക്ക് പോ. 2 മാസം ഈ ഏരിയ കണ്ടുപോകരുത്. ശരിയാണ്. മക്കളോട് ദേഷ്യാണോ നിങ്ങൾക്ക്? തെറ്റല്ല എന്റെ ഭാഗത്തല്ലേ. അവർക്ക് അവരുടേതായ ജീവിതമില്ലേ. എന്റെ പേടി നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴാ. നിനക്കെന്തെങ്കിലും ഒന്ന് സംഭവിച്ചാ നീ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അവസാനം വരെ നിങ്ങളുടെ കൂടെ ജീവിച്ച് നിങ്ങളുടെ കൂടെ തന്നെ മരിക്കണം എന്നാ എനിക്ക് നിങ്ങളങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ പറ്റുമോ? ഇത്ര വലിയൊരു സെന്റിമെന്റ്സ് ഡയലോഗ് ബോംബിടുന്നത് പോലെയല്ലേ എൻ്റെ തലയിലേക്ക് ഇട്ടത്. വേണ്ടായിരുന്നു. താൻ പാടോ. അയ്യോ, സാറിനോട് ക്ഷമിക്കണം. സാറിനെ ഇടിച്ച് കൊല്ലാൻ വേണ്ടി തന്നെ ഞാൻ വന്നേ. പക്ഷെ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ ഒന്നും ചെയ്യാതെ പോയ അവന്മാരനെ ജീവനോടെ വെക്കില്ല. ഞാൻ സാറിനെ ഇടിച്ചിട്ടൊന്ന് കള്ളം പറയാം. സാർ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയാൽ മതി. പോട്ടെ സാറേ. കരിങ്കല്ലിന് ഒരു മനസ്സുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അത് കണ്ടു. എന്തൊരു ദ്രോഹം. സാറേ, ആ കിളവനെ തീർത്തിട്ടുണ്ട്. നെഞ്ചാകെ തുള്ളുന്ന നേരത്ത് ഉണ്ടക്ക മണ്ടക്ക വന്നൊരു നേരത്ത് കണ്ണിൽ നോക്കുന്ന നേരത്ത് വന്നു നീ. വാടാ മച്ചാ, വാടാത്ത ചെമ്പകമൊട്ടിന്റെ കണ്ണിൽ നീ നോക്കടാ, തൊട്ടൊന്നു നോക്കടാ, നീ നേരം തൊട്ടൊന്നു നോക്കടാ. കാലം മടി നീ കാട്ടാതെ നീ സ്വപ്നം കാണുന്നോ? വരുമോ എൻ പ്രിയന്? വരുവാൻ കൊന്ന നേരം തുടിച്ചു പോയെന്നോ? വരു നീ എൻ പ്രിയന്.
തുടിക്കുന്ന കണ്ണിമ വെട്ടുന്നു കണ്ണാലെ നീ കണ്ണിമ വെട്ടുന്ന പൗർണമിയല്ലേ നെഞ്ചാകെ ചെകിമിരുക്കിയ കൺമണി നീയല്ലേ പൊൻകസവായില്ലേ ഈ നിമിഷം കണ്ണൊന്നു ചിമ്മിയ സാഹസമല്ലേ ഉമ്മരെ കൂട്ടത്തിൽ നീ കണ്ണു വച്ചില്ലേ അഴകായി നീ വരില്ലേ മൊഴിയോ നിൻ മധുരം കനിയല്ലേ ഉയരായി വന്നവനെ അണ്ണാ അയാൾ ചത്തൊന്നുമില്ല, ഇപ്പോഴും ജീവനോടെ ഉണ്ട്. എന്താണ് ഈ പറയുന്നേ? ആശുപത്രിയില് കൊച്ചുമോളുടെ കൂടെ ഞാൻ കണ്ടു. കൊച്ചുമോളുടെ കൂടെ എന്താ സാർ സംഭവിച്ചത്? അധികം സംസാരിക്കണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ആ സൈക്കിൾ റിക്ഷ കേസിനെ പറ്റി അറിയാവുന്നതല്ലേ? ആ കേസ് പിൻവലിക്കുന്നില്ലെന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ. സർ, സാറിന്റെ ശത്രുക്കൾ രാഷ്ട്രീയക്കാരാണോ അതോ റൗഡികളാണോ? രാഷ്ട്രീയത്തിലെ റൗഡികൾ. ഇത്രയും വലിയ അപകടത്തിൽ നിന്ന് സാറിനെ ഈശ്വരനായിരിക്കും രക്ഷിച്ചത്. ഈ നാട്ടിലെ ക്രിമിനൽസുകളെല്ലാം നശിപ്പിക്കുന്നത് വരെ ഞാൻ 120 years ജീവനോടെ തന്നെ ഉണ്ടാവും. ഈ ആക്സിഡന്റ് എങ്ങനെയാ സംഭവിച്ചത്? 75 വയസ്സ് കാണും. ഒരു ദയയില്ലാതെ കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടില്ലേ? അവനെന്താ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തെ? സാർ ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ല. എവിടെയാണെന്ന് ഒരു പിടിയുമില്ല. അത് മാത്രമല്ല സാർ, അവന് പിൻബലമായിട്ടൊരു വലിയ രാഷ്ട്രീയത്തിന്റെ തലപ്പത്തുള്ള. നോക്ക്, ഈ യൂണിഫോം ഇട്ട് ഇങ്ങനെ സംസാരിക്കരുത്. അധികാരം ഉണ്ടെന്ന് കരുതി എന്തും കാണിക്കാന്നാ? അവൻ ആരായാലും അറസ്റ്റ് ചെയ്യണം. ബാക്കിയുള്ളതൊക്കെ ഞാൻ നോക്കിയോളാം. രാമസ്വാമി, അയാൾ ഏത് റൂമിലാ? ഞാൻ തന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ അന്വേഷിച്ചോണ്ടിരിക്കാം. ആൾ എസ്കേപ്പായി. ഇതാണോ മോളുടെ വീട്? അല്ലമ്മേ, എനിക്ക് സിറ്റിയിലൊരു ഫ്ലാറ്റ് ഉണ്ട്. ഇതല്ലേ ലേഡി ഡോക്ടറുടെ വീട്? ഇവിടെ ആളെ കാണാനില്ലല്ലോ. ഇത് ഞങ്ങളുടെ തറവാടാ. എന്തിനാ മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ? അച്ഛനെ ഹോസ്പിറ്റലിൽ വെച്ച് ആരെങ്കിലും കൊല്ലുന്നുള്ള പേടിയായിരുന്നു എനിക്ക്. അതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവന്നത്. ഹലോ, കൗൺസിലറെ, ഞാനാണ്. ആരാടാ നീ? അയ്യോ, ചേട്ടന്റെ ഫ്രണ്ട്. വണ്ടി ഒന്ന് നിർത്ത്. നീ കളിക്കാതെ കാര്യം വെച്ചാ പറടാ. നിർത്ത് ചേട്ടാ. എന്താടാ ഏടിപ്പിക്കുക? ആരാടാ നീ? ഞാനാന്നേ. ഫോണിൽ വിളിച്ച ആളെ കളിയാക്ക. എന്നാ നേരി കണ്ട് സംസാരിക്കാന്നേ. വന്ന അതോടെ നിന്റെ അവസാനമാ. 100 കൈകൾ മർദ്ദിക്കാം, 1000 കാലുകൾ കൊണ്ട് ചവിട്ടാം, 1,00,000 സൈന്യം എതിർക്കാം. എഴുന്നിടാതെ ഇനിയിതാ പോർക്കളം, നീ നേട് ഇനിയും നേരം. എനിക്ക് ഐശ്വര്യം കണ്ടാ കൊള്ളാമെന്നുണ്ട്. വിജയം എന്നും മനസ്സാകെ തൊട്ട് ഞാൻ ബലശാലിയായി കാലിയായി നിന്നെ കണ്ട നേരം മുതൽ ഫൈറ്റാണടാ. ഞാൻ ഒറ്റയ്ക്കാണ് കൂടെ കൂടെ പോരാടാ. നീ ഇരുമുഖനാകെ തേടിപ്പോകും മണ്ണാണടാ. ഈ കാറ്റും കോളും വന്നാൽ പിന്നെ ഈ കാണും പുല്ലാണടാ. നോക്കുന്നേരം നീ ഒന്നി കാണ്. ഇല്ലാത്ത പള്ളിക്കെട്ട് നോക്കി ചെന്ന് കേറ്. ഇന്നിതാ നല്ല നേരം വന്നു ചേരും നാട്ടിൽ. വിധികളെ കാത്ത് നീ നേട് ഇനിയും നേരം. ഉദച്ചുവാനീ വിജയം മുന്നിൽ, ബലഹീനം വിട്ട് ബലശാലിയായി മാറിയായി ഉദയം.
മുത്തശ്ശനെ സ്റ്റിക്കില്ലാതെ നടത്താൻ പഠിപ്പിച്ചു. നിൻ കൈകളാ അമ്പായി മുന്നേറി പായടാ. കുറച്ചൊന്ന് ഭേദമായപ്പോ ഇങ്ങനെ കിടന്ന് കളിക്കുകയാണല്ലേ. ഇനിയും നേരം തളർന്നിടാതെ കാറ്റായി പുൽക് മനം നൊന്ന് അച്ഛാ, നാളെ മുതൽ എക്സസൈസ്. കണ്ട നേരം മുതൽ പറ്റാനാട്ടാ, ഒറ്റയ്ക്കാണെ കൂടെ കൂടെ പോരാതാട്ടാ. നീ ഇരുമുഖനാകെ തേടിപ്പോകും മണ്ണാണേട്ടാ. ഈ കാറ്റും കോളും വന്നാൽ പിന്നെ ഈ കാണും പുല്ലാണേടാ. ഞാനും നീയും ചേർന്ന പിന്നെ നോക്കിയിട്. ഇന്നീ കാലം നോക്കും നേരം നീയും നീ കാണ്. ഇല്ലാത്ത വള്ളിക്കെട്ട് നോക്കി ഇന്നിതാ നല്ല നേരം വന്നു ചേരും നാട്ടിൽ. ഞാനൊരു സീക്രട്ട് പറയട്ടെ, ആരോടും പറയരുത്. ഇല്ല, പറയില്ല. എന്റെ മുത്തശ്ശൻ 2 മർഡർ ചെയ്തിട്ടുണ്ട്. ആണോ? ഞാനൊരു സീക്രട്ട് പറയട്ടെ. പറഞ്ഞോ. ആ 2 പേരെ കൊന്നത് ഞാനാ. പിന്നല്ലാതെ നിന്റെ അപ്പൂപ്പനെ എനിക്ക് എന്തുമാത്രം ഇഷ്ടമാണെന്നറിയോ? അതുകൊണ്ട് ചെയ്താ. സൂപ്പർ അങ്കിൾ. ഐഷുമോൾ അറിയാതെ കടയിലേക്ക് കൊണ്ടുപോകുന്ന പോലെ അവളെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ വിട്ടേക്ക്. അല്ലെങ്കിൽ അവള് പോവില്ല മോളെ. ശരി, ഓക്കെ. അച്ഛാ, ഒരു കാര്യം സംസാരിക്കാനാ വന്നേ. നമുക്കറിയാവുന്ന 5 കൊലയാ. പക്ഷെ മൊത്തം 24 പേരെ മീൻവണ്ടി കൊണ്ട് ഇടിച്ച് കൊന്നിട്ടുണ്ട്. നിന്നെ കണ്ട നേരം മുതൽ പറ്റാനാട്ടാ, ഒറ്റയ്ക്കാണെ കൂടെ കൂടെ പോരാതാട്ടാ. നീ ഇരുമുഖനാകെ തേടിപ്പോകും മണ്ണാണേട്ടാ. ഈ കാറ്റും കോളും വന്നാൽ പിന്നെ കാണും പുല്ലാണേടാ. ഞാനും നീയും ചേർന്ന പിന്നെ നോക്കിയിട്. ഇന്നീ കാലം നോക്കും നേരം നീയും നീ കാണ്. ഇല്ലാത്ത വള്ളിക്കെട്ട് നോക്കി ചെന്ന് കേറ്. ഇന്നിതാ നല്ല നേരം വന്നു ചേരും നാട്ടിൽ. പ്ലേ ചെയ്യേ. അവൻ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവന് ഇഷ്ടമുള്ള ബട്ടർ ബിസ്ക്കറ്റും ചായ വേണമെന്ന് പറയും. ഞാനും ഓടിപ്പോയി കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരും ഇതൊക്കെ. അതും കഴിച്ചിട്ട് എന്റെ മോൻ എന്റെ മടിയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു സാറേ, ഉറങ്ങുമായിരുന്നു. അന്നും അതുപോലെയായിരുന്നു. അവൻ വരുന്നതിന് മുമ്പേ അടുത്തുള്ള കടയിൽ പോയി ബട്ടർ ബിസ്ക്കറ്റും ടീയും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നതാ. അയ്യോ, എന്റെ മോന വണ്ടി ഇടിച്ച് മരിച്ചു പോയിന്ന് പറഞ്ഞെടുത്തോണ്ട് വരിക ചെയ്തേ സാറേ. അയ്യോ, എന്റെ മോൻ. ഞാൻ നല്ല സാമ്പത്തികമൊക്കെ ഉള്ള കുടുംബത്തിലാണ് ജനിച്ചത്. കോളേജ് പഠിക്കുന്ന സമയത്ത് കൂടെ പഠിച്ച സതീഷുമായി പ്രണയത്തിലായി. കഷ്ടപ്പെടേണ്ടി വന്നാലും കണ്ണില് കണ്ണീര് വരാതെ നോക്കിക്കോളൂന്ന് പറഞ്ഞ് ആർഭാടത്തോടെ കല്യാണം നടത്തി. എത്രയോ ആഗ്രഹങ്ങൾ, എത്രയോ സ്വപ്നങ്ങളോടെയാ വന്നത്. ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചു. ഒരു ദിവസം ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞ് വീടിന് വെളിയിലേക്ക് വന്നു. എവിടുന്നോ വന്നൊരു സൈക്കിൾ റിക്ഷ കാലിനെ പോലെ വന്ന് കൊന്നിട്ട് പോയി. പിന്നെ എഴുന്നേറ്റിട്ടേ ഇല്ല. നട്ടല് ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞു. കെട്ടിയ താലി കഴുത്തിലുണ്ട്. കെട്ടിയവൻ കട്ടിലിൽ ശവം പോലെ കിടക്കുകയാണെന്ന് കംപ്ലൈന്റ് ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. കംപ്ലൈന്റ് വാങ്ങിക്കില്ലെന്ന് പറഞ്ഞു.
ഇത് ന്യായമാണോ എന്ന് ചോദിക്കാൻ നാട്ടിലെ MLA യുടെ അടുത്ത് പോയി. അവനെന്താ പറഞ്ഞെന്നറിയാമോ? നിന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ തീർത്തു തരാം, ഒരു രാത്രിക്ക് എന്റെ കൂടെ ഒന്ന് കിടക്കാമോന്ന്. ആ സാറേ, സാറിനൊരു കാര്യം അറിയോ? എന്റെ ഭാര്യയില്ലേ, അവള് ഗർഭിണിയാ. അവൾക്ക് 7 മാസമായിരുന്നേ. 2 മാസം കഴിഞ്ഞാലേ എന്റെ കൊച്ചു വരും. ഡോക്ടർ പറഞ്ഞതാ, only 2 months. ഭാര്യ വണ്ടി ഇടിച്ച് തപ്പത് കണ്ട് ഭ്രാന്തായതാ ഇവന്. അവന്റെ അടുത്ത് ഇങ്ങനെ തന്നെ സംസാരിക്കുന്നു. അതാ എനിക്ക് മനസ്സിലാവുന്നത്. കാണാൻ പറ്റുമായിരിക്കല്ലേ? ഉത്തരം പറയടാ, ഉത്തരം പറയടാ. കാണും കാണും കാണും. അത് പറയാൻ നീ ആരാടാ? കാണാൻ പറ്റൂല്ലയോ? എന്നോട് പറയാനല്ലോ പറഞ്ഞേ. കാണാൻ പറ്റൂല്ലയോ? പറയൂ സാറേ. എനിക്ക് കാണാൻ പറ്റില്ല സാറേ. എനിക്ക് എന്റെ ഭാര്യയെ കാണാൻ തോന്നാ സാറേ. എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല സാറേ. പറ്റില്ല. എനിക്ക് കാണണം സാറേ. ഭാര്യയും കൊച്ചിനെ കാണണം. കാണണം സാറേ. എന്റെ കൊച്ചിനെ കാണണം. ഈ 3 പേരുടെ അവസ്ഥ കണ്ടപ്പോ തന്നെ ശ്വാസം മുട്ടിയല്ലേ. ഇതേപോലെ 25 കുടുംബങ്ങളുടെ ജീവിതമുണ്ട്. അതെല്ലാം കൂടി കണ്ടു കഴിഞ്ഞാൽ രക്തം കട്ടിയായി പോകും. തീർച്ചയായും ബാക്കിയുള്ള വീഡിയോസും കൂടെ കാണണം. സാർ, ഈ കേസിന്റെ കാര്യം പോക്കാ. എന്താടോ ലക്ഷക്കണക്കിന് ഫീസ് വാങ്ങിച്ചിട്ട് താനിങ്ങനെ കയ്യൊഴിയില്ലടോ. സാർ, ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? സാർ, ഒരു വഴിയുണ്ട്. നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി കിടന്നാ മതി. എന്നിട്ട് അവിടുന്ന് ചാടി നൈസായിട്ട് വേറെ രാജ്യത്തേക്ക് വിട്ടോ. ഈ കേസ് തീരുന്നത് വരെ ഇതിൽ ഉൾപ്പെട്ട എല്ലാവരുടെയും പാസ്പോർട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനും നെഞ്ചുവേദനയെന്നോ അങ്ങനെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയാ ആ ഹോസ്പിറ്റൽ തന്നെ സീൽ ചെയ്തേക്കാനായും ഈ കോർട്ട് ഉത്തരവിടുന്നു. അപ്പൊ എന്റെ കാര്യം പോക്കാ. Now the court is adjourned. തീർന്നു, എല്ലാം തീർന്നു. നമ്മളാണ് അക്യൂസ് എന്ന് പ്രൂവ് ചെയ്തു. അകത്ത് പോകുന്ന ഉറപ്പായില്ലേ? എന്റെ 2ാം കല്യാണം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഞാനിപ്പോ അകത്ത് പോയി കഴിഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് ആരൊക്കെ കയറി വരുന്ന ഒരു പിടിയില്ല. പേടിക്കണ്ടെന്നേ, മുകളിലൊരാളില്ലേ, അദ്ദേഹം നോക്കിക്കോളൂ. എന്റെ വീടിനകത്തേക്ക് വരുന്നവന്മാരെയാണോ? എനിക്ക് ഒരുമാതിരി കലിയേറി വരുന്നുണ്ട്. എല്ലാരും ഒന്ന് സമാധാനിക്ക്. ആ ജഡ്ജിന്റെ വീട്ടിൽ പോയിട്ടെ ഒരു വലിയ പണി കൊടുത്തു നോക്കാം. എന്താവൊന്നും കാണാമല്ലോ. ഞാനും കൂടെ വരട്ടെ. മാഡം, മാഡത്തിനെ കാണാൻ വേണ്ടി മിനിസ്റ്റർ വെങ്കായമണ്ടി വരദരാജൻ വന്നിട്ടുണ്ട്. ക്യാ? വെങ്കായമണ്ടിയോ? എന്ത് പേരാടോ ഇത്? വെങ്കായം, വെണ്ടയ്ക്കാന്നൊക്കെ നിങ്ങൾക്കറിയാവല്ലോ. രാഷ്ട്രീയക്കാരെയൊന്നും ഞാൻ വീട്ടിൽ കാണാറില്ലെന്ന്. ജാവോ ജാവോ. മാഡം, വളരെ പ്രധാനപ്പെട്ട എന്തോ കാര്യം. നമസ്കാരമുണ്ട് ജഡ്ജി മാഡം. എന്നെ അറിയോ? ഞാൻ മിനിസ്റ്റർ വരദരാജൻ. ഞാൻ ഇവിടുത്തെ മേയർ കുംഫു ഗോവിന്ദൻ. കുംഫു ഗോവിന്ദനും വെങ്കായൊക്കെ ഒരുമിച്ച് വന്ന എന്തിനാ? അതും പെർമിഷൻ ഇല്ലാതെ ഉള്ളിലേക്ക് വലിഞ്ഞു കയറി. എന്താ ഇതൊക്കെ? പെണ്ണ് കാണാൻ വന്നിരിക്കുകയാണോ? അല്ല ജഡ്ജി മാഡം, ആ, നാളെയല്ലേ നമ്മുടെ കേസിന്റെ വിധി പറയാൻ പോകുന്ന ദിവസം. അതെ. അതൊന്ന് മാറ്റി ഒരു തിരുത്തൊക്കെ വരുത്തി ഒന്ന് ഹെൽപ്പ് ചെയ്യാണെങ്കിൽ. പിടിക്കത്. എന്തൊരു വെയിറ്റാ. കാണുന്നില്ലേ? അതെ, എന്തു പറ്റി സാറുമാരെ? എന്തോ പണി കൊടുക്കാൻ പോന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പണി മേടിച്ചിട്ട് വന്നിരിക്കല്ലേ? നാളെ ആ കേളവൻ കോടതിയിൽ വരാൻ പാടില്ല. അതിനെന്താണോ ചെയ്യേണ്ടതെന്ന് ചെയ്യും. ഫാത്തിമ, നീ എവിടെയാ മോളെ ജനിച്ചേ? ഹോസ്പിറ്റല്. മേഡം എവിടെയാണ് ജനിച്ചത്? വീട്ടില. നോർമൽ ഡെലിവറി. ഡാനി, നീ എവിടെയാ ജനിച്ചത്? ഏതോ കുപ്പത്തൊട്ടിയില്. അയ്യേ, ഇതിനൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യേണ്ട കാര്യം എന്താ? സാധാരണ ഒരു 100 പിള്ളേ. പറട്ടക്കളവാ, എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ലല്ലേ? കുത്തി മറത്ത് ഞങ്ങള്. എനിക്ക് ഉയിര് കിടക്കുന്നവരെ അവരെ തൊടാൻ പറ്റടാ. എന്നാ ആദ്യം നിന്നെ തീർക്കടാ. എങ്ങോട്ടെങ്കിലും പോവാനും ഞാൻ നോക്കിക്കോളാം.
ഡാനി, എല്ലാവർക്കും ഒരുമിച്ച് പോകണം. വാ പോവാ. എന്താ അച്ഛാ, എന്താ ആലോചിക്കുന്നേ? മോളുടെ ഫോണും തന്നെ. ഹലോ ഡാനി, ഡാനി. അച്ഛാ, നിങ്ങൾ പോകുന്ന വണ്ടി അവർക്ക് മനസ്സിലായി അച്ഛാ. അച്ഛാ, വേഗം വണ്ടി മാറ്, അവിടുന്ന് മാറ്. ശരി ഡാനി. നീ എവിടെ? അവന്മാർ നിന്നെ എന്ത് ചെയ്തു? ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എന്നെങ്കിലും ഒരിക്കൽ പോലീസുകാരനെ കൊല്ലുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അച്ഛാ. എന്റെ ഉയിര് അച്ഛന് വേണ്ടി. ഡാനി, എന്താ പറ്റിയേ? അനാഥനായിട്ട് അവൻ ജനിച്ചത്, ഇപ്പൊ അനാഥനായിട്ട് മരിക്കുകയും ചെയ്തു. നിർത്തിവെച്ച റിക്ഷാവണ്ടി കേസിന് ഇന്ന് പുനരാരംഭം. ഇന്ന് തന്നെയാണ് പ്രതിവാദം നീതിപീഠത്തിൽ നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ട്രാഫിക് രാമസ്വാമി പ്രതിവാദത്തിന് എത്തിച്ചേരുമോ എന്ന് എവിടെ പോയി കിടക്കാം? എന്താ കാര്യം പറ. ട്രാഫിക് രാമസ്വാമി അടയാർ റോഡിൽ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുക. വേഗം ചെന്നാ പിടിക്കാം. അതെ സാറേ, ആ ട്രാഫിക് രാമസ്വാമി അടയാർ റോഡിലൂടെ സൈക്കിളിൽ പോകുന്നു. ഉള്ള കാര്യം തന്നെയാണോ? അതെ. അവനെ വിടരുത്, വിടാൻ പാടില്ല. പോകുന്നുണ്ടല്ല കിളവൻ ആ ചോപ്പ് സൈക്കിളില്. വണ്ടി എടുക്ക്, വണ്ടി എടുക്കാൻ വേഗം എടുക്ക്. വിടരുത് അയാള്, വേഗം പോ. ഓ പിന്നാലെ വിട്. അയാള് വിടരുത്, വേഗം പോ. നീ പോക്കണവനെ. ഇത്ര നേരം ഫ്രണ്ടിലുണ്ടായിരുന്നില്ല, ഇപ്പൊ എവിടെ പോയതാ? സാറേ, നീ നേരെ പോ, വേഗം പോ. വണ്ടി നിർത്തണ്ട. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. കാളി, ആ കളവൻ ഏതോ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ആയിട്ടുണ്ടെന്നാ പറഞ്ഞേ. 6320. ഒന്ന് വേഗം പോ, ഇത്തവണ ഒരു കാരണവശാലും അയാൾ മിസ്സാവരുത്. തന്തകത്തോൻ താളം കൊട്ടിവാ, ഇന്നിനി താളം കെട്ടാൻ കൈകൾ നീട്ടിവാ, വേഗം കൈകൾ കൊട്ടിവാ. പുള്ളി വെച്ച് കോലമിട്ടിടാ, പ്രിയതോഴാ നിൻ മനസ്സിൽ താളമിട്ടിടാ. ഇതാരെന്ന് മനസ്സിലായില്ലേ? ട്രാഫിക് രാമസ്വാമി സർ. അദ്ദേഹം ട്രാഫിക് രാമസ്വാമി സാറാണ്. അതെ മോനെ. സാറിനെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഹലോ സർ. ആ കിളവൻ മിനിറ്റ് വെച്ച് ഓരോ വണ്ടികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ അയാൾ ട്രെയിനിലാ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത സ്റ്റേഷൻ എത്തുമ്പോൾ രക്ഷപ്പെടരുത്, വെട്ടി പീസാക്കി തീർത്തേക്ക്. ഇന്ന് അവരൊക്കെ പെടുന്നുള്ളത് ഉറപ്പാണോ സാർ? ഇന്ന് ഫൈനൽ ഹിയറിംഗാ. കോടതിയിലെത്തിയ കേസ് ജയിക്കും. പക്ഷെ ആ ക്രിമിനൽസ് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്റെ പുറകെ തന്നെ ഉണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പേടിക്കണ്ട സാറേ, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. താങ്ക്സ്.
തന്തകത്തോൻ തന്തകത്തോൻ താളം കൊട്ടിവാ നിന്നെ താളം കെട്ടാൻ കൈകൾ നീട്ടിവാ വേഗം കൈകൾ കൊട്ടിവാ രാമസ്വാമി രാമസ്വാമി ഇവകില്ലാടി രാമസ്വാമി പുള്ളി വെച്ച് കോലമിട്ടിടാ പ്രിയതോഴാ നിൻ മനസ്സിൽ താളമിട്ടിടാ ആ താളം കൊട്ടിടാ രാമസ്വാമി രാമസ്വാമി ഇവകില്ലാടി രാമസ്വാമി 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 ഇവകില്ലാടി രാമസ്വാമി നല്ലവർക്ക് നന്മ ചെയ്യും നല്ല മനുഷ്യനാ കെട്ടവർക്ക് ആ പഠിക്കും നമ്മുടെ പയ്യനാ ഇവൻ നമ്മുടെ പയ്യനാ രാമസ്വാമി രാമസ്വാമി ഇവകില്ലാടി രാമസ്വാമി ഇവകില്ലാടി രാമസ്വാമി 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 നീ പാവം തൊള്ള തുറക്കുന്നത് കേട്ടില്ലേ? പക്ഷേ രാമസ്വാമി ഈ സമയത്ത് രാമേശ്വരത്തായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്നാൽ എൻ്റെ കക്ഷികൾ നിയമത്തെ ബഹുമാനിച്ച് അരമണിക്കൂർ നേരത്തെ ഇവിടെ എത്തിയിരിക്കുകയാണ് മാഡം. ആ രാമസ്വാമി എന്തോ മാജിക് കാണിച്ച് ഈ DVD മാഡത്തിൻ്റെ കൈകളിലേക്ക് എത്തിച്ചതായിരിക്കും. പക്ഷെ നേരിട്ട് വന്നാൽ ഇതൊന്നും തെളിയിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എവിടെയോ പോയി ഒളിച്ചിരിക്കുക. എന്റെ പൊന്നളിയ അളിയും വെറുതെ പേടിക്കാതെ എവിടെ കിടന്ന് കറങ്ങിയാൽ ഇവിടെ തന്നെ വരണ്ടേ? വന്ന ശവമായിട്ട് തിരിച്ചു പോകും. ആ ഞാൻ ഏറ്റു. ആയതിനാൽ എൻ്റെ കക്ഷികളെ വെറുതെ വിടണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ് യുവർ ഓണർ. ഓ ഏ ക്യാ ഹേ? എന്താ ഇതൊക്കെ? ആഹാ, ഇങ്ങനൊന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ ഇതൊക്കെ? എന്താ അവിടെയപ്പൻ? എന്താ ഈ നടക്കുന്നേ? രാമസ്വാമിയല്ലേ? നമസ്കാരം മാഡം. കിടന്ന ശവമായിട്ട് വന്നിരിക്കുന്ന കണ്ടില്ലേ? ഇങ്ങനെ ഒരു വേഷം കെട്ടേണ്ടി വന്നതിൽ എന്നോട് ക്ഷമിക്കണം മാഡം. അല്ലായിരുന്നെങ്കിൽ അവന്മാരിപ്പോ ശരിക്കും എന്നെ കൊന്നിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ, പ്രൊസീഡ്. മിസ്റ്റർ ആവടിയപ്പൻ, ഞാനിപ്പോൾ രാമേശ്വരത്തു നിന്ന് വരുന്ന വഴിയാ. ഈ കേസിൽ നിങ്ങൾ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാ. ഈ അടവൊന്നും എൻ്റെ അടുത്തേക്ക് ഇറക്കാൻ നോക്കണ്ട. 25 പേര് ചത്തുപോയി, 25 പേര് ചത്തുപോയി എന്ന് പറയുന്നില്ലേ? അതിനെന്താ തെളിവ്? തെളിവ് ജഡ്ജി മാഡത്തിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. CD, അതാണ് തെളിവ്. ഈ CD-യും വീഡിയോ ഒന്നും വിലക്കെടുക്കലും സുപ്രീം കോടതി എപ്പോഴേ പറഞ്ഞതാ. 25 പേരെ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റുമോ? അത് പറ. അതിന്റെ ഒരാവശ്യമില്ല ആവടിയപ്പൻ. ഇന്നലെ തന്നെ അവരെ എല്ലാ വിറ്റ്നസിനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാവരോടും ഞാൻ സംസാരിക്കുകയും ചെയ്തു. അവരുടെ കണ്ണീരും കഷ്ടപ്പാടും ഒക്കെ എനിക്ക് മനസ്സിലായി. മാഡം, സാക്ഷികളെ കോടതിയിൽ കൊണ്ടുവന്ന് വേണം വിചാരണ ചെയ്യാൻ. മാഡത്തിന്റെ വീട്ടിൽ വെച്ച് ചെയ്താൽ എങ്ങനെ ശരിയാകും? അത് നിയമവിരുദ്ധമല്ലേ? വിറ്റ്നസിനെ ഞാൻ കോർട്ടിൽ വെച്ചും കാണും, വീട്ടിൽ വെച്ചും കാണും, വേണമെങ്കിൽ റെസ്റ്റോറന്റിൽ വെച്ചും കാണും. ബിക്കോസ് ദിസ് ഇസ് മൈ കേസ്. യെ മേരാ കേസ് ഹേ. സംജാ? സമൂസ? നിങ്ങളുടെ റൗഡിത്തരമൊക്കെ വെളിയിൽ വെച്ചാ മതി, ഇങ്ങോട്ട് ഇറക്കണ്ട. അല്ല മാഡം, എനിക്ക് ഈ കേസിനെ യു ഷട്ട് അപ്പ് ആൻഡ് സിറ്റ് ഡൗൺ. ബൈറ്റോ. താങ്ക് യു മാഡം. അയാൾ ഷൂട്ട് ചെയ്യാൻ നോക്കി മാമിനെ, അതുകൊണ്ട് ഞാൻ അയാൾ ഷൂട്ട് ചെയ്തത്. വെരി ഗുഡ്, വെരി ഗുഡ്. മാഡം മുകളിലേക്ക് പോകാൻ നോക്ക്. എന്താ? അല്ല, മുകളിൽ കയറി ഇരിക്കാൻ പറഞ്ഞതാ. സേഫ് അല്ലേ? ഫുൾ സേഫാ മാഡം. ശരി. കണ്ടില്ലേ മാഡം, കോടതി മുറിക്കുള്ളില് ഒരു ജഡ്ജിന് പോലും സുരക്ഷിതത്വമില്ല. അതാണ് നമ്മുടെ നാട്. ഒരു മനുഷ്യൻ ഒരിടത്തു നിന്നും ന്യായം കിട്ടിയില്ലെങ്കിൽ അവസാനം ആരാധനാലയങ്ങളിലേക്ക് പോകും. ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. കാരണം ദൈവം അവന്റെ കണ്ണീര് തുടയ്ക്കുമെന്നുള്ള വിശ്വാസമാണത്. അതേപോലെയാണ് കോടതിയെ വിശ്വസിച്ച് വന്നിരിക്കുന്നത്. ബിക്കോസ് ദ കോർട്ട് ഈസ് അൾട്ടിമേറ്റ് ടെമ്പിൾ ഓഫ് ജസ്റ്റിസ്. ഇറ്റ് ഹാസ് സുപ്രീം പവർ ടു അറസ്റ്റ് എനിബഡി ഇൻ ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡന്റിനെ ഒഴിച്ച് ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുവന്ന് നിർത്തി അവർ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞാൽ വധശിക്ഷ കൊടുക്കാൻ പോലും
കോടതിക്ക് അധികാരമുണ്ട്. പിന്നെ മാഡം, 2002 തന്നെ ഹൈക്കോടതി തടഞ്ഞ സൈക്കിൾ റിക്ഷ വണ്ടികൾ ഇന്നും തെരുവിൽ ഓടുന്നുണ്ട്. അതാണ് ആദ്യത്തെ കുറ്റം. കണ്ടന്റ് ഓഫ് കോർട്ട്. ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരുമാണ് രണ്ടാമത് കുറ്റം ചെയ്തിരിക്കുന്നത്. അത് കണ്ടന്റ് ഓഫ് ഗവൺമെന്റ് അങ്ങനെയൊക്കെ പറയാം. ഈ വണ്ടികൾ മൂലം നടന്നിരിക്കുന്ന കൊലപാതകങ്ങൾ മറയ്ക്കുവാൻ വേണ്ടി കോടിക്കണക്കിന് കൈക്കൂലി വാങ്ങി ഇതുവരെ ഒരു FIR പോലും ഫയൽ ചെയ്തിട്ടില്ല നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് മൂന്നാമത്തെ കുറ്റം. നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടി. എനിക്ക് നീതി വേണം. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ദിസ് ഈസ് മൈ പ്രയർ. ട്രാഫിക് രാമസ്വാമി തുടങ്ങിവെച്ച ഈ കേസ് സത്യമുള്ള കേസാണ്, ന്യായമായിട്ടുള്ള കേസാണ്. ഇങ്ങനത്തെ സൈക്കിൾ റിക്ഷ വണ്ടികൾ ഇന്നു മുതൽ നമ്മുടെ നാട്ടിൽ എവിടെയും ഓടാൻ പാടില്ലെന്ന് ഞാൻ ഗവൺമെന്റിനോട് ഉത്തരവിടുന്നു. ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ശ്രീനിവാസ റെഡ്ഡി അവർകൾക്കും MLA എൻജിൻ മോഹൻ അവർകൾക്കും അമച്ചർ വെങ്കായമണ്ടി വരദരാജൻ അവർകൾക്കും ഇവർക്കൊക്കെ കൂട്ടായി നിന്ന് ഇൻസ്പെക്ടർ വേദാചലം അവർകൾക്കും കോടതി 10 വർഷം ജീവപര്യന്തം വിധിച്ച് ഉത്തരവിടുന്നു. ഉടൻ തന്നെ ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പോലീസ് കമ്മീഷണറോട് ഉത്തരവിടുന്നു. നീതിയും ന്യായവും എന്നും ജയിക്കും, നന്മ ചെയ്താലെന്നും കൃപ ചൊരിയും ദൈവം, എല്ലാം ആ വിടുത്തെ ലീലകളാണ്. തന്റെ കൺമുന്നിൽ എന്തെങ്കിലും തെറ്റ് കിടന്നത് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല അല്ലേ? കണ്ണില്ലാതായാലോ? ഇനി എവിടെങ്കിലും ചെന്ന് പിച്ചെടുത്ത് ജീവിക്കടാ. ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും ചാവാനായിട്ട്. നൂറ് കൈകൾ മർദ്ദിക്കാം, 1000 കാലുകൾ കൊണ്ട് ചവിട്ടാം, 1,00,000 സൈന്യം എതിർക്കാം. എഴുന്നിടാതെ ഇനി ഇതാ പോർക്കളം, നീ നേട് ഇനിയും നേരം. യുവാക്കളെ, ഇപ്പോഴെങ്കിലും കണ്ണു തുറന്നില്ലെങ്കിൽ നാളെ ഈ ക്രൂരത നിങ്ങളിലേക്കും എത്താം. അതുകൊണ്ട് അക്രമത്തെ എതിർത്ത് പോരാടുക. കൈക്കൂലി, അഴിമതി, ഗുണ്ടായിസം, അനീതി ഇതൊന്നുമില്ലാത്ത ശാന്തമായ സുന്ദരമായ ഒരു നാടിനു വേണ്ടി നമുക്കൊരുമിക്കാം. ഞാൻ വിചാരിച്ചത് ഈ മനുഷ്യൻ ചെറിയ പരിപാടികളൊക്കെ ഒത്തുതീർപ്പാക്കി പോകുന്ന ആളാണ്. വേറെ ലെവൽ വ്യക്തിയായിപ്പോയി. ഇൻട്രസ്റ്റിംഗ്. കേറി വാ സാറേ. 5 പേരെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഓട്ടോ ആയിരിക്കൂല്ലേ? സർ. അതിനൊന്നും ഒരു കുറവുമില്ല. ശരി, ആ പെട്ടി തുറന്നു നോക്ക്. തലയ്ക്ക് 1 കോടി, അങ്ങനെ 5 കോടി, എല്ലാം തനിക്ക് തന്നെയാ. എടുത്തോ. ഇതുപോലെ ഒരു നോട്ട് തന്നെ കയ്യിലുണ്ടായ അവന്റെ കാര്യം പോക്കാം. പക്ഷെ സാറിന്റെ കയ്യിൽ എന്തുമാത്രം ബ്ലാക്ക് മണിയാ? അത് താൻ അന്വേഷിക്കണ്ട. കിട്ടിയതൊക്കെ എടുത്ത് ഒരാഴ്ച ലീവ് എടുത്ത് ഭാര്യയും കൂട്ടി ഒരു ടൂർ പോയിട്ട് വാ. അതിനുള്ള ഞാൻ എന്താ ചെയ്തോളാം. സാർ, ഒരു നാട് നിന്നാവാൻ IAS, IPS, മന്ത്രി, MLA എല്ലാവരും ആത്മാർത്ഥമായി പണിയെടുക്കണം. പക്ഷെ നിങ്ങളെപ്പോലുള്ളവർ അവരുടെയൊക്കെ കഴുത്ത് ഞെരിച്ച് അടിമയാക്കി വെച്ചിരിക്കുക.
പിന്നെ എങ്ങനെയാ ഈ നാട് നന്നാവുക, ജനങ്ങൾക്ക് നീതി കിട്ടുക? തെറ്റാ സാർ. അപ്പൊ ഞാൻ പറയുന്നത് താൻ അനുസരിക്കില്ല. ഞാൻ നിങ്ങളെ അനുസരിക്കോ കോടതി അനുസരിക്കോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കോടതി അനുസരിക്കും. കമ്മീഷണർ എന്നുള്ള അഹങ്കാരത്തിൽ സംസാരിക്കുക. താൻ അവരെ എങ്ങനെ അറസ്റ്റ് ചെയ്യണം ഞാനൊന്ന് നോക്കട്ടെ. 5 മിനിറ്റ്, ജസ്റ്റ് 5 മിനിറ്റ്സ്. എങ്ങനെ? ഏതാണാടാ വാതിൽ മുട്ടാതെ കയറി വരുന്നേ? അയ്യോ നേരെ ദൈവമേ, നമസ്കാരമുണ്ടേ. കേറി വാ. ആലോചിക്കാൻ 1 മിനിറ്റ്, പൂട്ട് പൊളിക്കാൻ 2 മിനിറ്റ്, പിടിച്ചോണ്ട് പോകാൻ 2 മിനിറ്റ്. ജസ്റ്റ് 5 മിനിറ്റ്സ്. ഈസ് ഇറ്റ് ഓക്കെ? അവരെ താൻ ജയിലിൽ കൊണ്ടിടാൻ പോവാ? അയ്യേ, ഞാൻ അത്ര വലിയ മണ്ടനൊന്നുമല്ല. കാരണം ഞങ്ങൾ ജീവൻ പണയം വെച്ച് കുറ്റവാളിയെ പിടിച്ച് കോടതി കൊണ്ടുപോയി സാക്ഷി വിസ്താരം നടത്തി ജയിലിൽ കൊണ്ടുപോയി അടച്ചാലും നിങ്ങളെ പോലുള്ളവരുടെ കയറി ഈസി ആയിട്ട് പുറത്തു കൊണ്ടുവരില്ല. അപ്പൊ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് എന്തായി കാണിച്ചേ? ഇപ്പൊ രക്ഷപ്പെടുത്ത തന്നെ കാണിച്ചു തരാം. താൻ എന്തോർത്താനാ സാർ? കുറ്റവാളികളുടെ സംരക്ഷകനായി CM എന്ന് ന്യൂസ് വരണോ, അതോ CM-നെ കൊല്ലാൻ ശ്രമിച്ച കുറ്റവാളികളെ കൊന്ന കമ്മീഷണർ എങ്ങനെ ന്യൂസ് വരണോ? ഇതിലും സെലക്ട് ചെയ്തേ. CM-ന്റെ ജീവൻ രക്ഷിച്ച് തനിക്ക് DIG-യുടെ പ്രൊമോഷൻ തരാം. ബുദ്ധിശാലി സർ.